ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ സെക്കൻഡ് ബ്ലോക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ബ്ലോക്ക് മഹാഭാരതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മഹാഭാരതം നമുക്കറിയാം അല്ലേ, വ്യാസ മഹർഷി എഴുതിയിട്ടുള്ളതാണ് മഹാഭാരതം. അപ്പം അതിലെ ഫസ്റ്റ് യൂണിറ്റാണ് മഹാഭാരത ആൻഡ് ഓവർവ്യൂ. അതായത് മഹാഭാരതത്തിനെ കുറിച്ചിട്ട് പൊതുവെ കുറച്ച് കാര്യങ്ങൾ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. നോക്കുക, ഡിവൈഡഡ് ഇൻറ്റു 18 ബുക്സ് ഓർ 18 പൗവാസ്. അതായത് മഹാഭാരതം എന്ന് പറയുന്ന അത് എപ്പിക്കാണ് അല്ലേ. ഇന്ത്യൻ കൾച്ചറിൽ 2 എപ്പിക്സ് ആണുള്ളത്, ദ മഹാഭാരത ആൻഡ് ദ രാമായണ. അപ്പോൾ അതിൽ ആ ഒരു എപ്പിക്കായിട്ടുള്ള മഹാഭാരത ഇറ്റ്സ് റിട്ടൺ ഇൻ 18 ബുക്സ് ഓർ 18 പർവാസ്. അതായത് 18 ബുക്കുകൾ അല്ലെങ്കിൽ 18 പർവ്വങ്ങളായിട്ടാണ് മഹാഭാരതം എഴുതിയിട്ടുള്ളത്. അത് എന്താണ്, മഹാഭാരതം ഒരു ഹിസ്റ്റോറിക്കൽ നറേറ്റീവാണ്, പൊളിറ്റിക്കൽ നറേറ്റീവാണ്. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഓരോ ക്രിട്ടിക്കുകളും പറയാറുണ്ട്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് വ്യാസനാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് വ്യാസ്, ദ ഓതർ, കമ്പോസർ ആൻഡ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദി സ്റ്റോറി. വ്യാസൻ ഒരേ സമയം മഹാഭാരതത്തിൻ്റെ റൈറ്ററാണ്, കമ്പോസറാണ്, അതുപോലെ തന്നെ ഹീസ് എ പാർട്ടിസിപ്പൻറ്റ് ഓർ ഹീസ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ സ്റ്റോറി. ആ ഒരു സ്റ്റോറിയിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടും ആര് വരുന്നുണ്ട്, വ്യാസൻ വരുന്നുണ്ട്. ദെൻ ഇനി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്. അതായത് മഹാഭാരതത്തിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ നറേറ്റീവ് ഫോമിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. എന്താണ് പൊള്ളോക്ക് എന്ന് പറയുന്ന ക്രിട്ടിക് എന്താണ് പറയുന്നത്, മഹാഭാരത ഈസ് എ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്. അതായത് മഹാഭാരതം ഒരു ഹിസ്റ്റോറിക്കൽ നറേറ്റീവാണ് എന്ന് പൊള്ളോക്ക് എന്ന് പറയുന്ന ആ ഒരു ക്രിട്ടിക്ക് പറയുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ നറേറ്റീവാണെന്ന് ആരാ പറയുന്നത്, TRS ശർമ്മ. അദ്ദേഹം പറയുന്നത് ദ പുരു ആൻഡ് പാഞ്ചാല, ഇത് പാഞ്ചാല എന്ന് വായിക്കുക കേട്ടോ. ദ പുരു ആൻഡ് പാഞ്ചാല ലിനേജസ് ആർ ഹിസ്റ്റോറിക്കലി റെക്കോർഡഡ്. അതായത് നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് പുരു രാജവംശത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പാഞ്ചാല ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അതിൽ ആ ഹിസ്റ്ററിയിൽ നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരിടത്തും എന്തിനെക്കുറിച്ച് പറയുന്നില്ല, പാണ്ഡവ ഡൈനാസ്റ്റിയെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊളിറ്റിക്കലി ഒരു നറേറ്റീവാണ്, ഒരു പോയം രീതിയിൽ വരുന്നതാണ് എന്നാണ് ആര് പറയുന്നത്, TRS ശർമ്മ പറയുന്നത്. അതായത് കുരു ഡൈനാസ്റ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ പാഞ്ചാല ഡൈനാസ്റ്റി, ഇതൊക്കെ മഹാഭാരതത്തിൽ പറയുന്ന ഡൈനാസ്റ്റികളാണ്. അപ്പോൾ എന്താണ് കുരു രാജവംശത്തെക്കുറിച്ചും അതുപോലെ തന്നെ പാഞ്ചാല രാജവംശത്തെക്കുറിച്ചിട്ടൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാം. പക്ഷേ നമുക്ക് എന്ത് കാണാൻ കഴിയില്ല, പാണ്ഡവ ഡൈനാസ്റ്റിയെക്കുറിച്ച് നമുക്ക് ഇതിലൊന്നും കാണാൻ കഴിയില്ല. ദെൻ ധ്വനി കാവ്യ ഓർ പോയട്രി ഓഫ് സജഷൻ, അത് പറഞ്ഞിട്ടുള്ളത് ആനന്ദവർദ്ധനനാണ്. ആനന്ദവർദ്ധനൻ ഹീസ് എ സാൻസ്ക്രിറ്റ് ക്രിട്ടിക്. സാൻസ്ക്രിറ്റ് ക്രിട്ടിക്കാണ് ആര്, ആനന്ദവർദ്ധന. അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് ഈസ് എ പോയം ഓഫ് സജഷൻ, അല്ലെങ്കിൽ ധ്വനി കാവ്യമാണ് എന്നാണ്. അതായത് ആളുകളെ സജസ്റ്റ് ചെയ്യുന്ന, ആളുകളെ ധർമ്മ പരിപാലിക്കാനൊക്കെയുള്ള ആ ഒരു സജഷൻ നൽകുന്ന ഒരു എപ്പിക് പോയമാണ് എന്ത്, മഹാഭാരതം എന്ന് ആനന്ദവർദ്ധനനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ്, ധ്വനികാവ്യ ഓർ പോയട്രി ഓഫ് സജഷൻ. ധ്വനികാവ്യം അല്ലെങ്കിൽ പോയട്രി ഓഫ് സജഷൻ എന്നാണ് ആനന്ദവർദ്ധനൻ മഹാഭാരതത്തെ വിശേഷിപ്പിക്കുന്നത്. ദെൻ വേഴ്സസ് ഓഫ് ദ മഹാഭാരത ആർ കമ്പോസ്ഡ് ഇൻ അനുസ്തൂപ് മീറ്റർ. ഈ മഹാഭാരതം വ്യാസൻ എഴുതിയിട്ടുള്ളത് ആ ഒരു വേഴ്സിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് അനുസ്തൂപ് മീറ്ററാണ്. അനുസ്തൂപ് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ലൈൻസ് ആണ് വരുന്നത്. അനുസ്തൂപ് മീറ്ററിൻ്റെ പ്രത്യേകത 4 ലൈൻസ് വിത്ത് 8 സിലബിൾസ് ഈച്ച്. 4 ലൈൻസ് ഉണ്ടായിരിക്കും, അതിൽ ഓരോ ലൈനിലും എന്താണ് 8 സിലബിളുകൾ ഉണ്ടായിരിക്കും. അതാണ് അനുസ്തൂപ് മീറ്റർ. അപ്പോൾ ആ ഒരു അനുസ്തൂപ് മീറ്ററിലാണ് എന്ത് എഴുതപ്പെട്ടിട്ടുള്ളത്, മഹാഭാരതം എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മഹാഭാരതം മാത്രമല്ല, ഇറ്റ് ഈസ് ദ മീറ്റർ യൂസ്ഡ് ഇൻ ദ ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ഓൾസോ. ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, അനുസ്തൂപ് മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, 4 ലൈൻസ് ആണ് വിത്ത് 8 സിലബിൾസ് ഈച്ച്. 8 സിലബിളുകളാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഋഗ്വേദയൊക്കെ ഏത് മീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്, അനുസ്തൂപ് മീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിൽ വരുന്ന ഓൾഡസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ളത് അനുസ്തൂപ് മീറ്ററിലാണ്. ദെൻ സിമ്പിൾ സ്ട്രക്ചറാണ് യൂസ്ഡ് ഇൻ ദ ഓൾഡസ്റ്റ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഋഗ്വേദ. സിമ്പിൾ സ്ട്രക്ചറാണ്, അതായത് അനുസ്തൂപ് മീറ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിളാണ്. അത് ഓൾഡസ്റ്റ് ടെക്സ്റ്റുകളിലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത് അനുസ്തൂപ് മീറ്ററിലാണ് മഹാഭാരതം എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? JB സിൻഹയാണ്. മറ്റൊരു ക്രിട്ടിക്കായിട്ടുള്ള JB സിൻഹയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? അനുസ്തൂപ് മീറ്ററിലാണ് മഹാഭാരതം എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞത്. ദെൻ സാൻസ്ക്രിറ്റിലെ വേഴ്സ് ഫോമാണ്. സാൻസ്ക്രിറ്റ് മഹാഭാരതം എന്താണ്? വേഴ്സ് ഫോം, അതായത് പോം ലൈക്കാണ് അതിൽ വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് JAB വാൻ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ആളാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് അത് പ്രോസ് രീതിയിലാണ്, അതായത് ഒരു സ്റ്റോറി രൂപത്തിലാണ് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സാൻസ്ക്രിറ്റ് മഹാഭാരതം എന്താണ്? ഇറ്റ് ഈസ് എൻ വേഴ്സ് ഫോം, അതായത് വേഴ്സ് ഫോം രീതിയിലാണ് അതിൻ്റെ ഫോം വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് JAB വാൻ ബ്യൂട്ടൈൻ അദ്ദേഹം ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് എന്താണ്? പ്രോസ് രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദെൻ ദ ഐഡിയ ഓഫ് ഡെസ്റ്റിനി ഈസ് അൺആൾട്ടറബിൾ, അതായത് മഹാഭാരതത്തിൽ പറയുന്ന വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ദ ഐഡിയ ഓഫ് ഡെസ്റ്റിനി ഈസ് അൺആൾട്ടറബിൾ. ഐഡിയ ഓഫ് ഡെസ്റ്റിനി, അതായത് ദൈവവിധി എന്താണ്? ഇറ്റ് ഈസ് അൺആൾട്ടറബിൾ. അത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, അത് നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താണോ വിധി, നമ്മളുടെ ഡെസ്റ്റിനി എന്താണോ അത് ഇറ്റ് ഈസ് അൺആൾട്ടറബിൾ, അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അത് മഹാഭാരതത്തിൽ പറയുന്ന വലിയൊരു മെസ്സേജാണ്. ദെൻ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ എപ്പിക് ഡു നോട്ട് ഗിവ് അപ്പ് വെൻ ഫേസ്ഡ് വിത്ത് ഡിലേമ. അപ്പോൾ മഹാഭാരതത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊന്നും ദേ ആർ നോട്ട് റെഡി ടു ഗിവ് അപ്പ്. അവരൊന്നും പരാജയപ്പെടാൻ അല്ലെങ്കിൽ വിധിക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. വെൻ ദേ ഫേസ്ഡ് വിത്ത് ഡിലേമാസ്, അതായത് അത്രയും ഡിലേമാസ്, വിഷമഘട്ടങ്ങളിലൊക്കെ ഇവർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊന്നും ദേ ആർ നോട്ട് റെഡി ടു ഗിവ് അപ്പ്. അവരൊന്നും ഗിവ് അപ്പ്, അതായത് കീഴടങ്ങാൻ അവരൊന്നും തയ്യാറായിരുന്നില്ല. അത് കാട്ടുന്നത് എന്താണ്? ഹ്യൂമൻ സെൻട്രിക് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്, അതായത് ഒപ്റ്റിമിസം, നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളുടെ ഡെസ്റ്റിനി ഒക്കെ അൺആൾട്ടറബിൾ ആയാലും വി മസ്റ്റ് ബി ഒപ്റ്റിമിസ്റ്റിക്, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം എന്നുള്ള വലിയൊരു മെസ്സേജ് മഹാഭാരതം നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ, അതായത് മഹാഭാരതത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് ടോപ്പിക്, ദ മീനിങ് ഓഫ് ധർമ്മ ഇൻ മഹാഭാരത. മഹാഭാരതത്തിലെ ധർമ്മയുടെ മീനിങ് ആണ് പറയുന്നത്. ധർമ്മ ഈസ് ദ സുപ്രീം കോൺസെപ്റ്റ് ഇൻ ദ എപ്പിക് മഹാഭാരത. മഹാഭാരതത്തിലെ ഏറ്റവും സുപ്രീമായി നിൽക്കുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ പറയുന്നത്? ധർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, യഥോ ധർമ്മ തഥോ വിജയി, അതായത് where there is law there is victory. എവിടെയാണോ നിയമമുള്ളത് അല്ലെങ്കിൽ ധർമ്മമുള്ളത് അവിടെയാണ് വിക്ടറി, വിജയം ഉണ്ടായിരിക്കുക എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. then നോക്കുക, ധർമ്മ ലോ, JAB ബ്യൂട്ടൈൻ ട്രാൻസ്ലേറ്റ്, അതായത് JAB ബ്യൂട്ടൈൻ ആണ് മഹാഭാരതത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ മഹാഭാരതം സാൻസ്ക്രിറ്റിലെ വേർഡ്സ് ഫോം ആയിരുന്നു, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതൊരു പ്രോസ് രീതിയിലായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ ഇദ്ദേഹം ആ ഒരു ധർമ്മ എന്ന് പറയുന്ന വേർഡിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ട്രാൻസ്ലേറ്റിൽ കൊടുക്കുന്ന വേർഡ് ലോ എന്നുള്ളതാണ്. അതായത് ധർമ്മ എന്ന വേർഡിന് JAB ബ്യൂട്ടൈൻ അദ്ദേഹം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൊടുക്കുന്നത് ലോ, നിയമം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ധർമ്മ, ഇറ്റ് ഡിനോട്ട്സ് ട്രൂത്ത്, ജസ്റ്റിസ്, മൊറാലിറ്റി, റൈറ്റസ്നെസ്, കോഡ് ഓഫ് കണ്ടക്ട്, ഡ്യൂട്ടി എക്സെട്ര. ധർമ്മ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്? ട്രൂത്ത്, ജസ്റ്റിസ്, മൊറാലിറ്റി, റൈറ്റസ്നെസ്, കോഡ് ഓഫ് കണ്ടക്ട്, ഇതൊക്കെ ധർമ്മ എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നുണ്ട്. ദെൻ ദ ഡെഫിനിഷൻ ഓഫ് ധർമ്മ നോക്കാം. എ പേഴ്സൺസ് പൊസിഷൻ ഇൻ സൊസൈറ്റി ആൻഡ് ദ റോൾ ഹി ഓർ ഷീ പ്ലേസ്. ഒരാളുടെ സൊസൈറ്റിയിൽ ഒരാളുടെ പൊസിഷനും അതുപോലെ തന്നെ അയാൾക്ക് ആ സൊസൈറ്റിയിൽ ഉള്ള റോളിനെയുമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധർമ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പേഴ്സൺ പൊസിഷൻ ഇൻ സൊസൈറ്റി, ഒരു സൊസൈറ്റിയിൽ ഒരാളുടെ പൊസിഷൻ, അതുപോലെ തന്നെ ദ റോൾ ഹി ഓർ ഷീ പ്ലേസ് ഇൻ ഇറ്റ്, അയാൾ ആ സൊസൈറ്റിയിൽ അയാളുടെ റോളിനെയും കൂടെ ചേർത്താണ് നമ്മൾ പറയുന്നത്? ധർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. കിങ്സ് ധർമ്മ, രാജാവിൻ്റെ ധർമ്മം ടു ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് അബവ് ആൾ, എല്ലാത്തിനും ഉപരിയായിട്ട്
ജസ്റ്റിസിനെ, അതായത് നീതിക്ക് വേണ്ടിയിട്ടാണ് ഒരു രാജാവ് നിലകൊള്ളുന്നത്. അപ്പോൾ എല്ലാത്തിനും മുകളിലായിട്ട് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഒരു രാജാവ് ജസ്റ്റിസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ കിങ്സ് ധർമ്മ, ഒരു രാജാവിൻ്റെ ധർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കിങ്സ് ധർമ്മയിൽ എന്താണ്? എ പേഴ്സൺസ് പൊസിഷൻ ഇൻ സൊസൈറ്റി. ഇവിടെ രാജാവിൻ്റെ ഇയാളുടെ പൊസിഷൻ എന്താണ് സൊസൈറ്റിയിൽ? അയാൾ രാജാവാണ് അല്ലേ? ആൻഡ് ദ റോൾ ഹി ഓർ ഷീ പ്ലേസ്, അവിടെ അയാൾ കളിക്കുന്ന റോൾ എന്താണ്? അയാൾക്കുള്ള റോൾ എന്താണ്? ടു ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് അബവ് ആൾ, എല്ലാറ്റിനും ഉപരിയായിട്ട് ജസ്റ്റിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് അയാൾക്ക് വരുന്ന റോളായിട്ട് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്താണ് ധർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനാണത് കേട്ടോ. എ പേഴ്സൺസ് പൊസിഷൻ ഇൻ സൊസൈറ്റി ആൻഡ് ദ റോൾ ഹി ഓർ ഷീ പ്ലേസ്, ഒരാൾക്ക് ഒരു സൊസൈറ്റിയിലുള്ള പൊസിഷൻ, അതായത് ഇവിടെ ഇയാളുടെ പൊസിഷൻ എന്താണ്? കിങ് എന്നുള്ളതാണ് അയാളുടെ പൊസിഷൻ. ആൻഡ് ദ റോൾ ഹി ഓർ ഷീ പ്ലേസ്, അയാളുടെ റോൾ എന്താണ്? ടു ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് അബവ് ആൾ, എല്ലാത്തിനും ഉപരിയായിട്ട് ജസ്റ്റിസിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു രാജാവിൻ്റെ റോൾ. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഹ്യൂമൻ റിലേഷൻഷിപ്സിൽ നോക്കിയാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറിനും എന്താണ്? ഓരോ പേഴ്സണാലിറ്റികൾക്കും ഓരോ ഇൻഡിവിജ്വലിനും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള ധർമാസ് ഉണ്ട്. നോക്കാം, ധർമ്മ ഓഫ് എ ഫാദർ, ഒരു ഫാദറിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ധർമാസ് ഉണ്ട്. അതുപോലെ മദർ, ഡോട്ടർ, സൺ എക്സെട്ര. ഹ്യൂമൻ റിലേഷൻഷിപ്സ്, അതായത് ഒരു സൊസൈറ്റിയിലെ ഏതൊരു ഇൻഡിവിജ്വലിനും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള ധർമ്മ അല്ലെങ്കിൽ ലോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ അവരുടെ പൊസിഷൻ എന്താണോ, ഒരു ഫാദറുടെ ധർമ്മം എന്താണ്? ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി, അല്ലെ? ആ ഒരു ഫാദറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആ ഒരു ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാളുടെ പൊസിഷൻ, സൊസൈറ്റിയിലെ പൊസിഷനും അയാളുടെ റോൾസും കൂടെ ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ധർമ്മ എന്ന് പറയുന്നത്. ദെൻ ഇനി മഹാഭാരതത്തിലെ ധർമ്മ സീക്വൻസ്, അതായത് ധർമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് 1-2 എക്സാമ്പിൾസ് ആണ്. അതായത് ദ്രൗപദി കാൾസ് ഔട്ട് ടു ദ ഡൈസിങ് സീക്വൻസ്, അതായത് ഡൈസിങ് സീക്വൻസ് അതൊക്കെ എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഡൈസിങ് സീക്വൻസ് എന്ന് പറയുമ്പോഴെന്താണ്? അവിടെ യുധിഷ്ഠിരൻ എവിടെ വന്നിട്ട് മഹാഭാരതത്തിലെ ധർമ്മയുടെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ദ്രൗപദി കാൾസ് ഔട്ട് ടു ദ ഡൈസിങ് സീക്വൻസ്. ഡൈസിങ് സീക്വൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ആണ് ഡൈസിങ് സീക്വൻസ്. അവിടെ യുധിഷ്ഠിര പാണ്ഡവരിൽ പഞ്ചപാണ്ഡവരിലെ എൽഡർ ആയിട്ടുള്ള യുധിഷ്ഠിര എന്താണ്? ഹി കംസ് ടു ദുര്യോധനാസ് പാലസ്, അല്ലെ? ദുര്യോധനൻ്റെ പാലസിലേക്ക് വരികയും അവിടെ ഒരു ഡൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂതാട്ടം നടക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ചൂതാട്ടത്തിൽ യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ സകല സ്വത്തും, അദ്ദേഹത്തിൻ്റെ രാജ്യവും, അദ്ദേഹത്തിൻ്റെ സകല സ്വത്തും, പിന്നെ എന്താണ്? അദ്ദേഹത്തിൻ്റെ 4 ബ്രദേഴ്സിനെയും അതുപോലെ തന്നെ സ്വന്തം ഭാര്യയായിട്ടുള്ള ദ്രൗപദിയെ ഒക്കെ എന്താണ് വച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചൂതാട്ടം കളിക്കുന്നത്. അപ്പോൾ അവിടെ ദ്രൗപദി ഇവരുടെ 5 പേരുടെയും കൂടെ ഭാര്യയാണ്. അപ്പോൾ അവിടെ ദ്രൗപദി കാൾസ് ഔട്ട് ടു ദ ഡൈസിങ് സീക്വൻസ്. ആ ഒരു ഡൈസിങ് സീക്വൻസിലേക്ക്, ആ ഒരു കോർട്ടിലേക്ക്, ആ ഒരു ഡൈസിങ് സീക്വൻസ് നടക്കുന്ന ഹാളിലേക്ക് ദുശ്ശാസനൻ എന്ത് ചെയ്യുന്നുണ്ട്? ദ്രൗപദിയുടെ മുടിക്കെട്ടിൽ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ എന്താണ്? അത് ധർമ്മ, അത് ലോ ആണ്. അതായത് യുധിഷ്ഠിരൻ എന്താണ്? ദ്രൗപദിയെ വാത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡൈസിങ് സീക്വൻസിൽ ഡൈസിങ് കളിക്കുന്നത്. അപ്പോൾ ആ ഡൈസിങ്ങിൽ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? തോറ്റുപോയി. അപ്പോൾ യുധിഷ്ഠിരൻ എന്ത് നഷ്ടമായി? ദ്രൗപദിയെ നഷ്ടമായി. ഇപ്പോൾ ദ്രൗപദി ആരുടെ അധികാരത്തിന് കീഴിലാണ്? ദുര്യോധനൻ്റെ അധികാരത്തിന് കീഴിലാണ്. അപ്പോൾ ദുര്യോധനൻ ദ്രൗപദിയെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് അവിടെ എന്ത് പറയുന്നത്? നിയമമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പാണ്ഡവ ബ്രദേഴ്സ് കീപ് ക്വയറ്റ് വെൻ യുധിഷ്ഠിര ലോസസ് ദം ഇൻ ദ ഡൈസ്. അതുപോലെ പാണ്ഡവ ബ്രദേഴ്സ്, യുധിഷ്ഠിരൻ്റെ താഴെയുള്ള 4 ബ്രദേഴ്സും അവരെയൊക്കെ വാത് വെച്ചിട്ടാണ്, അവരെയും സ്വന്തം ഭാര്യയെയും സ്വന്തം എന്താണ് രാജ്യം മുഴുവനും വാത് വെച്ചിട്ടാണ് യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നത്? ഈ ഡൈസിങ് കളിക്കുന്നത്. അപ്പോൾ അവിടെ യുധിഷ്ഠിരന് അദ്ദേഹത്തിൻ്റെ 4 ബ്രദേഴ്സിനെയും നഷ്ടപ്പെടുന്നുണ്ട്. യുധിഷ്ഠിരന് അയാളെ തന്നെയും അയാളുടെ 4 ബ്രദേഴ്സിനെയും അയാളുടെ ഭാര്യയും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ 4 ബ്രദേഴ്സും എന്താണ്? ദേ കീപ് ക്വയറ്റ്, അവർ മിണ്ടാതിരിക്കുകയാണ്. സ്വന്തം ജ്യേഷ്ഠൻ തങ്ങളെ എല്ലാം വാതു വെക്കുമ്പോഴും ഈ 4 ബ്രദേഴ്സ് എന്ത് ചെയ്യാണ്? അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം ആ ഒരു സീക്വൻസിൽ
അർജുനൻ ഭീമനോട് പറയുന്നുണ്ട്, ദ്രൗപദിയെ ദുശാസനൻ മുടിയിൽ പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഭീമന് ദേഷ്യം വരികയും ഭീമൻ പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ എന്താണ്, അർജുനൻ ഭീമനെ ഉപദേശിക്കുന്നുണ്ട്. അതായത് എന്താണ്, യുധിഷ്ഠിരൻ എന്താണ്, നമ്മളുടെ ജ്യേഷ്ഠനാണ്. എന്ത് തന്നെയായാലും ജ്യേഷ്ഠനേക്കാൾ ഉയർന്ന സ്ഥാനം നമുക്ക് ലഭിക്കുകയില്ല എന്ന് അർജുനൻ പറയുന്നുണ്ട്. അതാണ് അവിടെ എന്ത്, ധർമ്മ അല്ലെങ്കിൽ ലോ. അതായത് മൂത്ത ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ തങ്ങളുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതിന് മുകളിലായിട്ട് നമുക്ക് മറ്റൊരു അഭിപ്രായം ഇല്ല. അത് തങ്ങളെ തന്നെ വാതുവെക്കുമ്പോഴാണെങ്കിലും അയാൾക്ക് എതിരായിട്ട് നമുക്കൊരു അഭിപ്രായം ഇല്ല എന്ന് എന്ത് പറയുന്നുണ്ട്, അർജുനൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ എന്തായിട്ട് പറയുന്നത്, ധർമ്മ അല്ലെങ്കിൽ ലോ ആയിട്ട് പറയുന്നത്. ദെൻ ഈ ഡൈസിങ് സീക്വൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. നോക്കുക, The question of Dharma haunts the Pandavas even after they won the fateful war. അപ്പോൾ ഇവിടെ ഈ ധർമ്മ ഇവര് എന്താണ്, പാണ്ഡവന്മാര് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മഹാഭാരത യുദ്ധമൊക്കെ ചെയ്യുന്നത്, മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നത്. പാണ്ഡവരും കൗരവരും തമ്മിൽ മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പാണ്ഡവര് അവരുടെ സ്വന്തം രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വന്തം രാജ്യം തിരിച്ചു പിടിച്ചു, ആ ഒരു യുദ്ധം അവർ ജയിച്ചു. എങ്കിലും അവരെന്താണ്, ആ ഒരു ധർമ്മ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അവരെ അവസാനം വരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, അവരെ പിന്തുടരുന്നുണ്ട് എന്ന് ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത്, കോൺസെപ്റ്റ് ഓഫ് ധർമ്മ, ധർമ്മയുടെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പിന്നെ എന്താണ് ധർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സെൻട്രൽ തീമാണ്, എന്തിലെ, മഹാഭാരതത്തിലെ സെൻട്രൽ തീമാണ്. അതിനെ ബ്യൂട്ട്ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്, ലോ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള ധർമ്മ ഉണ്ട്, അല്ലെങ്കിൽ ലോ ഉണ്ട്. യഥോ ധർമ്മ തഥോ വിജയ്, വേർ ദർ ഈസ് ധർമ്മ ദർ ഈസ് വിക്ടറി. എവിടെയാണോ ധർമ്മ ഉള്ളത്, എവിടെയാണോ ലോ ഉള്ളത്, അവിടെയാണ് വിക്ടറി. പിന്നെ ഈ ഡൈസിങ് സീക്വൻസ് അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറയും. കണ്ടംപററി ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് മഹാഭാരത. മഹാഭാരതത്തിന് കണ്ടംപററി ഇൻ്റർപ്രിറ്റേഷൻസ്, സമകാലികമായിട്ട് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് നൽകിയിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് ആണ് നോക്കുന്നത്. നോക്കാം, characters and events have received renewed interest among writers. അതായത് ഇപ്പോൾ കണ്ടംപററി സ്റ്റേജിൽ മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ അതിലെ പെർട്ടിക്കുലർ ഇവൻറ്റ്സ് ഒക്കെ എന്താണ്, ഒരുപാട് റൈറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ മഹാഭാരതത്തിലെ ചില ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ചില പ്രത്യേക ഈവൻറ്റ്സ് ഒക്കെ പ്രമേയമാക്കിയിട്ട് അതിന് റിസോൾവ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റൈറ്റേഴ്സ് അവരുടെ കൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ദ്രൗപദി ഒരു നോവലാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്, യർലഗദ്ദ ലക്ഷ്മി പ്രസാദ്, തെലുങ്ക് റൈറ്റർ ആയിട്ടുള്ള യർലഗദ്ദ ലക്ഷ്മി പ്രസാദാണ് ദ്രൗപദി എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് മഹാഭാരതത്തിലെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ അതിൽ നിന്നും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് ഇപ്പോൾ കണ്ടംപററി ഇൻ്റർപ്രിറ്റേഷൻസിൽ വരുന്നത്. അപ്പോൾ ആ ഒരു നോവലിൽ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ്രൗപദീസ് ക്യാരക്ടർ, ദ്രൗപദിയുടെ ക്യാരക്ടറിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകളാണ് യർലഗദ്ദ ലക്ഷ്മി പ്രസാദ് ഈ ഒരു ദ്രൗപദി എന്ന് പറയുന്ന നോവലിൽ എഴുതുന്നത്. അതായത് ദ്രൗപദീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വുമൺ ആണ്, അതുപോലെ തന്നെ മദർ, ഡോട്ടർ എന്നീ രീതികളിൽ. അതായത് ദ്രൗപദി എന്ന് പറയുമ്പോൾ പാണ്ഡവാസിൻ്റെ എന്താണ്, വൈഫാണ്. അതുപോലെ തന്നെ ഷീസ് എ സ്ട്രോങ് വുമൺ, അവളൊരു ദ്രൗപദി എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഷീസ് എ ഡോട്ടർ, അതുപോലെ തന്നെ ഷീസ് എ മദർ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു ക്യാരക്ടറാണ് ആര്, ദ്രൗപദി. അപ്പോൾ ആ ഒരു ദ്രൗപദി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് യർലഗദ്ദ ലക്ഷ്മി പ്രസാദ് ഈ ഒരു നോവലിൽ പറയുന്നത്. ഇനി സെക്കൻഡ് വൺ നോക്കാം, യാഗിസേനി. ഇറ്റ്സ് എ നോവൽ റിട്ടൺ ബൈ ഒഡിയ റൈറ്റർ പ്രതിഭ റായ്. ഒഡിയ റൈറ്റർ ആയിട്ടുള്ള പ്രതിഭ റായ് ആണ് എഴുതിയ മറ്റൊരു നോവലാണ് യാഗിസേനി. അതും എന്താണ്, ദ്രൗപദിയെ കുറിച്ചിട്ടുള്ളതാണ്. It is in the form of a letter where Draupadi explains her pathetic situation to Krishna. ഈ യാഗിസേനി എന്ന് പറയുന്ന ആ ഒരു നോവൽ പ്രതിഭ റായ് എഴുതിയിട്ടുള്ളത് in the form of a letter. ദ്രൗപദി കൃഷ്ണന് എഴുതിയിട്ടുള്ള ലെറ്ററിന്റെ ഫോമിലാണ് യാഗിസേനി എന്ന് പറയുന്ന നോവല് പ്രതിഭ റായ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ്പ്ലെയിൻസ് ഹർ പാത്തറ്റിക് സിറ്റുവേഷൻ ടു കൃഷ്ണ. കൃഷ്ണനോട് ദ്രൗപദി എന്താണ് അവളുടെ പാത്തറ്റിക് സിറ്റുവേഷൻ
ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ആ ലെറ്റർ എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് ഒഡിയ മഹാഭാരത, സരളാദാസ് എഴുതിയിട്ടുള്ള, അതായത് ഒഡിയ ആദി കവി എന്നാണ് സരളാദാസ് അറിയപ്പെടുന്നത്. അപ്പോൾ സരളാദാസ് എഴുതിയിട്ടുള്ള അതാണ് ഒഡിയ മഹാഭാരത, അതായത് ആ ഒരു മഹാഭാരതത്തിന്റെ ഒരു ഒഡിയ വേർഷനാണ് ഒഡിയ മഹാഭാരത ആൻഡ് ഇറ്റ്സ് റിട്ടൺ ബൈ സരളാദാസ്. ദെൻ യാഗതി, യാഗതി ഈസ് എ പ്ലേ, അതായത് നാടകമാണ്. ഗിരീഷ് കർണാഡ് എഴുതിയിട്ടുള്ള നാടകമാണ് യാഗതി. ഹീസ് ഇൻസ്പയർഡ് ബൈ മഹാഭാരത, മഹാഭാരതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഗിരീഷ് കർണാഡ് എഴുതിയിട്ടുള്ള നാടകമാണ് ഇത് യാഗതി. ദെൻ ഇനി മലയാളത്തിലുള്ള ചില വർക്ക്സ്, അതായത് മഹാഭാരതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ക്യാരക്ടേഴ്സിനെ ഇവന്റ്സിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മലയാളം റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള കൃതികളാണ് ഭരതമാല, നിരണം പോയസ്, നിരണം കവികൾ എഴുതിയിട്ടുള്ളതാണ് ഭരതമാല. ദെൻ ഭരതഗാഥ, ഇറ്റ് ഈസ് റിട്ടൺ ബൈ ചെറുശ്ശേരി. ദെൻ ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ളതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. അത് ദ്രൗപദീസ് വ്യൂ പോയിന്റ് ആണ്, അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ മനസ്സിലാക്കുന്നത് എന്താണ്, കർണൻ തൻ്റെ സഹോദരനാണ് എന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താണ്, ദ്രൗപദി കർണനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. ദ്രൗപദി കർണനെ കുറിച്ച്, മഹാഭാരത യുദ്ധത്തിന് ശേഷം ദ്രൗപദി കർണനെ കുറിച്ച് ആലോചിക്കുന്നതാണ് എന്ത്, ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ള കൃതിയാണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമൂഴം, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും അല്ലെ, MT വാസുദേവൻ നായർ എഴുതിയിട്ടുള്ള രണ്ടാമൂഴം. അതെന്താണ്, ഇത് പെർസ്പെക്റ്റീവ് ഓഫ് ഭീമ, ഭീമയുടെ പെർസ്പെക്റ്റീവില് MT എഴുതിയിട്ടുള്ള കൃതിയാണ് ഇത് രണ്ടാമൂഴം. അപ്പം ഇതാണ് മലയാളം റൈറ്റേഴ്സിന്റെ ആ ഒരു എന്താണ് മഹാഭാരത മഹാഭാരതത്തിൽ നിന്ന് അവരുടെ സിറ്റുവേഷൻസും ക്യാരക്ടേഴ്സും അഡോപ്റ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാഭാരതം എന്താണ്, ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് ഓൺ സ്റ്റേജസ്, അതായത് സ്റ്റേജുകളിൽ എന്താണ് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും കണ്ടിട്ടുണ്ടാകും ടെലിവിഷൻ സീരിയലൊക്കെ അല്ലേ, TV കണ്ട സീരിയലൊക്കെ, മഹാഭാരതം സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സീരിയലൈസിങ് ടെലിവിഷനിൽ സീരിയലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഫിലിംസ് മഹാഭാരതത്തിൽ നിന്നും എടുത്തിട്ടുള്ള എന്താണ് സീക്വൻസ് ഉപയോഗിച്ച് ഫിലിംസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എന്ത് കണ്ടംപററി ഇന്റർപ്രിറ്റേഷൻസ് ഓഫ് മഹാഭാരതം. മഹാഭാരതത്തിന് ഇന്നും എന്താണ് പ്രസന്റ് വേൾഡിനും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു കൃതികളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡ്രാമകളും ടെലിവിഷൻ സീരിയൽസും. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡൈസിങ് ഗെയിം, അതായത് യുധിഷ്ഠിരനും ദുര്യോധനും തമ്മിലുള്ള ആ ഒരു ഡൈസിങ് ഗെയിമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആരാണ് യുധിഷ്ഠിര, ആരാണ് ദുര്യോധന എന്നുള്ളതൊക്കെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. യുധിഷ്ഠിര ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ്, ഹി വാസ് ദ എൽഡർ സൺ ഓഫ് പാണ്ഡു അല്ലേ, പാണ്ഡുവിൻ്റെ എൽഡർ സണ്ണാണ്, അതായത് പാണ്ഡവാസിലെ ഏറ്റവും എൽഡർ ആയിട്ടുള്ള ബ്രദറാണ് യുധിഷ്ഠിര. ആൻഡ് ഹി വാസ് ദ കിങ് ഓഫ് ഇന്ദ്രപ്രസ്ഥ, പാണ്ഡവരുടെ രാജ്യമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കിങ് ആയിരുന്നു യുധിഷ്ഠിര. ദെൻ ദുര്യോധനൻ ആരാണ്, ഹി വാസ് ദ സൺ ഓഫ് ധൃതരാഷ്ട്ര, ധൃതരാഷ്ട്രരുടെ സണ്ണാണ്, മകനാണ്, എൽഡർ സണ്ണാണ് ദുര്യോധന. ആൻഡ് ധൃതരാഷ്ട്ര വാസ് ദ കിങ് ഓഫ് കുരു ക്ലാൻ, അതായത് കുരുവംശത്തിൻ്റെ ആ ഒരു രാജാവാണ് ആര്, ധൃതരാഷ്ട്ര. ദെൻ Yudhishthira invited by Vidura to Dhritarashtra's palace to play a family game. ഒരു ഫാമിലി ഗെയിം കളിക്കാൻ, അതായത് ഇവർ ഫാമിലിയാണ്. ധൃതരാഷ്ട്രരുടെ ബ്രദറാണ് ആര്, പാണ്ഡു. ധൃതരാഷ്ട്രരുടെ ബ്രദറായിട്ടുള്ള പാണ്ഡുവിൻ്റെ മക്കളാണ് ആര്, പാണ്ഡവാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാണ്ഡവാസും ധൃതരാഷ്ട്രം തമ്മിലുള്ള റിലേഷൻ എന്താണ്, ധൃതരാഷ്ട്ര ഇവരുടെ അങ്കിളാണ്. അപ്പോൾ ഒരു ഫാമിലി ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരനെ ആര് ഇൻവൈറ്റ് ചെയ്യുന്നു, വിദുര ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദുര ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ ഓർഡർ പ്രകാരമാണ് യുധിഷ്ഠിരയെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ധൃതരാഷ്ട്രരുടെ ആ ഒരു ഓർഡർ പ്രകാരമാണ് വിദുര യുധിഷ്ഠിരനെ പാലസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. നോക്കാം, ഹു വാസ് വിദുര. വിദുര വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് കുരു കിങ്ഡം. കുരു കിങ്ഡത്തിൽ, അതായത് ധൃതരാഷ്ട്രരുടെ പ്രൈം മിനിസ്റ്ററാണ് വിദുര. പാറ്റേണൽ അങ്കിൾ ഓഫ് ബോത്ത് പാണ്ഡവാസ് ആൻഡ് കൗരവാസ്. അപ്പോൾ പാണ്ഡവരുടെയും കൗരവരുടെയും പാറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ഛൻ വഴിയുള്ള, ഫാദർ വഴിയുള്ള അങ്കിൾ കൂടിയാണ് വിദുര. ദെൻ ഹു വാസ് ധൃതരാഷ്ട്ര, റൂളർ ഓഫ് ദ കുരു കിങ്ഡം. കുരു ആ ഒരു രാജവംശത്തിൻ്റെ റൂളറാണ് ധൃതരാഷ്ട്ര.
ഫാദർ ഓഫ് ദുര്യോധന. ദുര്യോധനന്റെ ഫാദറാണ് ധൃതരാഷ്ട്ര. അപ്പോൾ ഇതൊക്കെ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. യുധിഷ്ഠിര ആരാണ്? എൽഡർ ബ്രദർ ഓഫ് പാണ്ഡവാസ്. പാണ്ഡവാസിന്റെ എൽഡർ ബ്രദർ ആണ് യുധിഷ്ഠിര. വിതുര ആരാണ്? ധൃതരാഷ്ട്രരുടെ പ്രൈം മിനിസ്റ്റർ ആണ് വിതുര. ധൃതരാഷ്ട്രർ ആരാണ്? അദ്ദേഹം കുരു കിങ്ഡത്തിന്റെ കിങ് ആണ്. പിന്നെ എന്താണ്? യുധിഷ്ഠിരന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിന്റെയും അങ്കിള് കൂടിയാണ് ധൃതരാഷ്ട്ര. ഇനി നോക്കാം, യുധിഷ്ഠിര അവെയർ ഓഫ് ദ ഡേഞ്ചർ ഇൻ പ്ലേയിങ് ദ ഗെയിം. അപ്പോൾ യുധിഷ്ഠിരന് അറിയാം എന്ത്? ആ ഒരു ഗെയിം കളിക്കുന്നതിൻ്റെ, ഡൈസിങ് ഗെയിം കളിക്കുന്നതിൻ്റെ ആ ഒരു ഡേഞ്ചർ യുധിഷ്ഠിരന് അറിയാം. എങ്കിലും എന്താണ്? ഹി അഗ്രീസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ കിങ് ധൃതരാഷ്ട്രാസ് ഇൻവിറ്റേഷൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അങ്കിളായിട്ടുള്ള ഫാദറിൻ്റെ ബ്രദറാണ് ധൃതരാഷ്ട്ര. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? യുധിഷ്ഠിര ധൃതരാഷ്ട്രർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രർ ഇൻവൈറ്റ് ചെയ്തത് കാരണം മാത്രമാണ് യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡൈസിങ് ഗെയിമിലേക്ക് പോകുന്നത്. അല്ല എന്താണ്? ഡൈസിങ് ഗെയിം അത് ഡേഞ്ചർ ആണ് എന്ന് യുധിഷ്ഠിരൻ അറിയാം. അത് ശകുനി, ഇവിടെ ധൃതരാഷ്ട്രരുടെ കോർട്ടിലുള്ള ശകുനി എന്താണ്? ഒരുപാട് ട്രിക്സിലൂടെ ഇവരെ പരാജയപ്പെടുത്തുമെന്നും യുധിഷ്ഠിരൻ അറിയാം. പക്ഷേ എങ്കിലും എന്താണ്? ഇദ്ദേഹം ധൃതരാഷ്ട്രർ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഗെയിം കളിക്കാൻ പോകുന്നത്. ദെൻ നോക്കാം, യുധിഷ്ഠിര ലോസസ് എവറിത്തിങ്. ആ ഒരു ഗെയിമിൽ യുധിഷ്ഠിരൻ എന്താണ്? ഹി ലോസസ് എവറിത്തിങ്. എല്ലാതും യുധിഷ്ഠിരന് ലോസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇദ്ദേഹം സ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വാത് വയ്ക്കുക. അതായത് ഓരോ ഗെയിം കളിക്കുമ്പോഴും ഓരോന്ന് വാത് വയ്ക്കുന്നുണ്ട്. സ്വന്തം രാജ്യവും അതുപോലെ തന്നെ കൊട്ടാരവും എല്ലാം വാത് വെച്ചിട്ടാണ് യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗെയിമിൽ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ ആദ്യം എന്ത് മനസ്സിലാക്കുന്നത്? ഈ ഒരു ഗെയിം കളിച്ചാൽ തനിക്കെല്ലാം നഷ്ടപ്പെടും, അത് ഡേഞ്ചർ ആണ് എന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ധൃതരാഷ്ട്രർ വിളിച്ചത് കൊണ്ട് മാത്രം, ഇൻവൈറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗെയിം കളിക്കാൻ പോകുന്നത്. നോക്കാം, യുധിഷ്ഠിര ലോസസ് എവറിത്തിങ്. യുധിഷ്ഠിരന് എല്ലാം നഷ്ടപ്പെടാണ്. ലെഫ്റ്റ് വിത്ത് നത്തിങ് ബട്ട് ഹിസ് ബ്രദേഴ്സ് ആൻഡ് വൈഫ്. അദ്ദേഹത്തിൻ്റെ രാജ്യവും കൊട്ടാരവും അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും എല്ലാവരെയും സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗെയിമിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഗെയിമിൽ മുന്നോട്ട് പോകുന്നതോട് കൂടിയിട്ട് യുധിഷ്ഠിരൻ എന്താണ്? ഹി ലോസസ് എവറിത്തിങ്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെടാണ്. ആൻഡ് ഹി ലെഫ്റ്റ് വിത്ത് നത്തിങ് ബട്ട് ഹിസ് ബ്രദേഴ്സ് ആൻഡ് വൈഫ്. അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്ത് മാത്രമാണ്? അദ്ദേഹത്തിൻ്റെ 4 ബ്രദേഴ്സും അവരുടെ വൈഫായിട്ടുള്ള ദ്രൗപദി മാത്രമാണ് യുധിഷ്ഠിരന് കയ്യിലുണ്ടായിരുന്നുള്ളൂ. ദെൻ ഹി സ്റ്റേക്ക് ദം ടു ഇൻക്ലൂഡിങ് ഹിംസെൽഫ്. പിന്നീട് ഇദ്ദേഹം എന്താണ്? മറ്റൊന്നും സ്റ്റേക്ക് ചെയ്യാൻ, വാതുവയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് യുധിഷ്ഠിരൻ ഇദ്ദേഹത്തിൻ്റെ 4 ബ്രദേഴ്സിനെയും അതുപോലെ തന്നെ ദ്രൗപദിയെയും കൂടെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഗെയിമിൽ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഹിംസെൽഫ് ടു, അദ്ദേഹത്തെ കൂടെ എന്ത് ചെയ്യാണ്? യുധിഷ്ഠിരൻ സ്വയം എന്താണ്? ഒരു സ്റ്റേക്കായി അവിടെ മാറുന്നുണ്ട്. അപ്പോൾ സ്വയം നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ സ്വന്തം ബ്രദേഴ്സിനെയും വൈഫിനെയും നഷ്ടപ്പെടുന്നു, സ്വന്തം രാജ്യവും എല്ലാം ആർക്ക് നഷ്ടപ്പെടുകയാണ്? യുധിഷ്ഠിരന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ധൃതരാഷ്ട്രർ, അതായത് ദുര്യോധനന്റെ ഫാദറായിട്ടുള്ള ധൃതരാഷ്ട്രർ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം ഇവരെ ഗെയിം കളിക്കാൻ വിളിക്കുന്നത്. ഇനി നോക്കാം, പാണ്ഡവാസ് ടേൺ ഇൻ ടു സ്ലേവ്സ് ഓഫ് ദ കൗരവാസ്. ഇതോട് കൂടിയിട്ട് എന്താണ്? പാണ്ഡവാസ്, ഈ ഒരു 5 പേരും അവരുടെ ഭാര്യയും എന്താണ്? ദേ ടേൺ ഇൻ ടു സ്ലേവ്സ് ഓഫ് ദ കൗരവാസ്. കൗരവർ എന്ന് പറയുമ്പോൾ കുരു കിങ്ഡത്തിലെ ആളുകൾ. അത് ധൃതരാഷ്ട്രർ, ദുര്യോധനൻ, ദുശാസനൻ, ഇവരൊക്കെ എന്താണ്? കൗരവാസാണ്. അപ്പോൾ ആ ഒരു കൗരവാസിൻ്റെ സ്ലേവ്സ് ആയിട്ട്, അടിമകളായിട്ട് ആര് മാറി? പാണ്ഡവാസ് മാറി. ദെൻ നോക്കാം, ലോസിങ് ഓഫ് ദ്രൗപദി. പിന്നീടാണ് എന്ത്? ദ്രൗപദിയെ നമ്മൾ സ്റ്റേക്ക് ചെയ്തു അല്ലേ? ഇവിടെ യുധിഷ്ഠിരൻ എന്ത് ചെയ്തിട്ടുണ്ട്? ദ്രൗപദിയെ സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് ഗെയിമിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദ്രൗപദിയുടെ കേസ് നോക്കാം. സ്റ്റേക്സ് ഹെർ ബട്ട് ലോസസ് ഹെർ. അവളെ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട് ദ്രൗപദി എന്താണ്? ഇവരുടെ 5 പേരുടെയും കൂടെ ഭാര്യയാണ്. അപ്പോൾ അവളെ സ്റ്റേക്ക് ചെയ്യുന്നു ആ ഒരു ഗെയിമിൽ. പക്ഷേ എന്താണ്? ദ്രൗപദിയെ നഷ്ടപ്പെടുക. ദുര്യോധന ഓർഡേഴ്സ് ടു ബ്രിങ് ഹെർ ടു ദ കോർട്ട്. അപ്പോൾ ദുര്യോധനൻ എന്താണ്?
ഓർഡർ ചെയ്യാണ്. അതായത് ദ്രൗപദി ഇപ്പോൾ ആ ഒരു സ്ഥലത്തില്ല, ആ ഒരു ഹാളിൽ, ആ ഒരു ഡൈസിങ് ഗെയിം നടക്കുന്ന ഹാളിൽ ദ്രൗപദി, അപ്പോൾ അവിടെ ദ്രൗപദിയുടെ പ്രസൻസ് ഇല്ല. അപ്പോൾ ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഓർഡർ ചെയ്യാണ് ആര്? ദുര്യോധനൻ. ദെൻ നോക്കാം, ദുശാസന ഡ്രാഗ്ഡ് ബൈ ദുശാസന ടു ദി കോർട്ട് വിച്ച് മെന്റ് ഫോർ മെൻ. അപ്പോൾ അവിടെ ദുശാസന ആരാണ്? ദുര്യോധനന്റെ ബ്രദറാണ്, ദുര്യോധനന്റെ സ്വന്തം ബ്രദറാണ് ദുശാസനൻ. അപ്പോൾ ദുശാസനനാണ് ആരെ വലിച്ചു കൊണ്ടുവരുന്നത്? ദ്രൗപദിയെ ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിച്ചഴച്ചു കൊണ്ടുവരികയാണ്. അവളുടെ തലമുടിയിൽ പിടിച്ച് വലിച്ചഴച്ചിട്ടാണ് ദ്രൗപദിയെ ഈ ഒരു കോർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു കോർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഓൺലി മെന്റ് ഫോർ മെൻ. അത് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു സഭയാണ് ആ ഒരു കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീയെ, ദ്രൗപദി എന്ന് പറയുമ്പോൾ ഒരു രാജ്ഞിയാണ് അല്ലെ, 5 പാണ്ഡവന്മാരുടെ വൈഫാണ്. അപ്പോൾ അത്രയും ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ തലമുടിയിൽ പിടിച്ച് വലിച്ച് ഇഴച്ചുകൊണ്ടാണ് ആര് വരുന്നത്? ദുശാസനൻ വരുന്നത്. അപ്പോൾ അത് അത്രയും എന്താണ്, ദ്രൗപദിക്ക് അത്രയും ഒരു പരിഹാസമായിട്ടുള്ള, ഹ്യൂമിലിയേഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കുന്നത്. ദെൻ നോക്കാം, ദ്രൗപദീസ് മെൻസ്ട്രേഷൻ ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ ദുശാസനൻ ദ്രൗപദിയെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇറ്റ് വാസ് ഹെർ മെൻസ്ട്രേഷൻ ടൈം. മെൻസ്ട്രേഷൻ ടൈമിലാണ് ദ്രൗപദിയെ ദുശാസനൻ തലമുടിയിൽ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത്. ദെൻ ഡീപ്പർ, അത് ഇവിടെ ഒരു മെൻസ്ട്രേഷൻ ടൈം ആക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡീപ്പർ സിമ്പതി ഫോർ ദ വുമൺ. ആ ഒരു സ്ത്രീയോട് സ്ത്രീകൾക്ക് അവരുടെ ഏറ്റവും സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ ഒരു പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പീരിയഡ്സിൻ്റെ മെൻസ്ട്രേഷൻ ടൈമിൽ എന്താണ്, ആ ഒരു സ്ത്രീയോട് നമുക്ക് അത്രയും സിമ്പതി തോന്നും. അതുപോലെ തന്നെ എന്താണ്, ഹാസ് റീപ്രൊഡക്റ്റീവ് വർത്ത് ആസ് എ വുമൺ. ഈ ഒരു മെൻസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. അതായത് റീപ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? മെൻസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ, അതായത് എർത്തിനും അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് മാത്രമാണ് എന്തിനുള്ള കഴിവുള്ളൂ? റീപ്രൊഡക്ഷനുള്ള കഴിവുള്ളൂ. അപ്പോൾ അത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു സ്ത്രീയെയാണ് ഇവിടെ ദുശാസനനും ദുര്യോധനും ഒക്കെ എന്ത് ചെയ്യുന്നത്? അത്രമാത്രം അപമാനിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ അത്രയും പാത്തറ്റിക് സിറ്റുവേഷനിലാണ് അവർ ഈ സ്ത്രീയെ അപമാനിക്കുന്നത്. ദെൻ ദ്രൗപദീസ് ക്വസ്റ്റ്യൻ. ഇവിടെ ദ്രൗപദി 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയും റെലവെൻ്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ദ്രൗപദി ആ കോർട്ടിൽ ചോദിക്കുന്നത്. നോക്കുക, വെദർ യുധിഷ്ഠിര who lost the game and his freedom has any moral or legal right to strike the ദ്രൗപദി. ദ്രൗപദി ചോദിക്കുന്നത്, യുധിഷ്ഠിരൻ, ഹിസ് മൈ ഹസ്ബൻഡ്, അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്, പക്ഷേ ഹി ഹാസ് ലോസ്റ്റ് ഹിംസെൽഫ് ആൻഡ് ഹിസ് റൈറ്റ്സ്. അതായത് അദ്ദേഹത്തിന്, യുധിഷ്ഠിരൻ എന്താണ്, സ്വയം നഷ്ടപ്പെടാണ്. യുധിഷ്ഠിരൻ തന്നെ ഇപ്പോൾ ആരുടെ അടിമയാണ്? ദുര്യോധനന്റെ അടിമയാണ്. കാരണം യുധിഷ്ഠിരൻ എന്താണ്, സ്വയം സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് ആ ഗെയിം കളിക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരന് ഒരു അവകാശവുമില്ല, ഒരു രാജാവിൻ്റെ ഒരു അവകാശവുമില്ല. അദ്ദേഹം സ്വയം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ സ്റ്റേക്ക് ചെയ്യാനുള്ള അധികാരം എന്താണ് എന്ന് ദ്രൗപദി അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദ്രൗപദി, ഷി വാസ് എ സ്ട്രോങ് ക്യാരക്ടർ. മഹാഭാരതത്തിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ദ്രൗപദി. അപ്പോൾ ഇവിടെ യുധിഷ്ഠിരൻ എന്താണ്, who lost the game and his freedom. യുധിഷ്ഠിരന് ആ ഗെയിം നഷ്ടപ്പെട്ടു, അതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ സ്വയം ഫ്രീഡം, എന്താണ്, ആ ഒരു അവകാശം, ഫ്രീഡത്തിനുള്ള ആ ഒരു അവകാശം പോലും എന്താണ്, യുധിഷ്ഠിരന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹാസ് എനി മോറൽ ഓർ ലീഗൽ റൈറ്റ് ടു സ്റ്റേക്ക് ദ്രൗപദി. ദ്രൗപദിയെ സ്റ്റേക്ക് ചെയ്യാനുള്ള അധികാരം പിന്നെ എവിടെ നിന്നാണ് യുധിഷ്ഠിരന് ലഭിക്കുന്നത്? ഇവിടെ യുധിഷ്ഠിരൻ സ്വന്തം ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ദ്രൗപദി എന്താണ്, ആ കാലഘട്ടത്തിൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഭീഷ്മയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ്രൗപദിയുടെ ക്വസ്റ്റ്യനോട് ഭീഷ്മ അവിടെ ആൻസർ പറയുന്നത് എന്താണ്? വൈസ് ആർ ദ ഹസ്ബൻഡ്സ് ചാറ്റൽസ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ നൽകാൻ അവിടെ ആർക്കും സാധിക്കുന്നില്ല. എങ്കിലും ഭീഷ്മ അവർ പറയുന്നത് എന്താണ്? വൈസ് ആർ ദ ഹസ്ബൻഡ്സ് ചാറ്റൽസ്. വൈസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ചാറ്റൽസ് ആണ്, പേഴ്സണൽ പ്രോപ്പർട്ടി ആണ് എന്ന് ആര് പറയുന്നുണ്ട്? ഭീഷ്മ പറയുന്നുണ്ട്. അപ്പോൾ
യുധിഷ്ഠിരന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് ആര്? ദ്രൗപദി. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരന് എന്തിനുള്ള അവകാശമുണ്ട്? ദ്രൗപദിയെ സ്റ്റേക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. ദെൻ ഇറ്റ് ഷോസ് ദ സ്റ്റാറ്റസ് ഓഫ് വിമൺ ഇൻ ദാറ്റ് ഏജ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ളത്. അതായത് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് പൊസിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെ കൺസിഡർ ചെയ്തിരുന്നത് എങ്ങനെയാണ്? ചാറ്റൽസ് ഓഫ് മെൻ, പുരുഷന്മാരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് അന്ന് സ്ത്രീകളെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് യുധിഷ്ഠിരന് എന്തിനുള്ള അവകാശമുണ്ട്? ദ്രൗപദിയെ സ്റ്റേക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഒബ്ജക്റ്റ് ഓൺ ബൈ എ മാൻ. അന്നത്തെ സ്ത്രീകളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ഒബ്ജക്റ്റ് ഓൺഡ് ബൈ മെൻ. അതായത് പുരുഷന്മാർ ഓൺ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് മാത്രമായിരുന്നു സ്ത്രീകൾ. ദ്രൗപദിയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യുധിഷ്ഠിര, ഹി ഹാസ് ലോസ്റ്റ് എവറിത്തിങ് ആൻഡ് ഹിംസെൽഫ്. യുധിഷ്ഠിരൻ എന്താണ്? എല്ലാം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഹൗ ഹി ക്യാൻ സ്റ്റേക്ക് ദ്രൗപദി. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ദ്രൗപദിയെ, അതായത് ദ്രൗപദി ചോദിക്കുന്നത്, അങ്ങനെ സ്വയം നഷ്ടപ്പെട്ട ഒരാൾക്ക് എന്നെ സ്റ്റേക്ക് ചെയ്യാനുള്ള അധികാരം എന്താണ് എന്ന് ദ്രൗപദി ചോദിക്കുന്നുണ്ട്. അവിടെ ഭീഷ്മർ എന്താണ് പറയുന്നത്? ഭീഷ്മർ എന്ന് പറയുമ്പോൾ കൗരവരുടെ മിലിറ്ററി കമാൻഡറാണ് ഭീഷ്മർ. അപ്പോൾ അവിടെ ഭീഷ്മർ പറയുന്നത് വിമൺ ആർ മെൻസ് പേഴ്സണൽ പ്രോപ്പർട്ടി, വിമൺ ആർ മെൻസ് ചാറ്റൽസ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സ്ത്രീകളുടെ ആ ഒരു അവസ്ഥയാണ്, ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥയാണ്, ആ ഒരു ഇൻഫീരിയോറിറ്റിയാണ് അവിടെ പറയുന്നത്. ഇനി നോക്കാം. ദെൻ കർണ ദ്രൗപദിയെ കുറിച്ച് എന്താണ് പറയുന്നത്? ദ്രൗപദി cannot be considered a respectful woman because she exercises her right to be with several men. അതായത് കർണൻ ദ്രൗപദിയെ കുറിച്ച് പറയുന്നത് she exercises her right with many men. അതായത് ദ്രൗപദി ഒരേ സമയം 5 പുരുഷന്മാരുടെ എന്താണ്? വൈഫാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പുരുഷന്മാർക്ക് എന്താണ്? ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിക്കാമായിരുന്നു, പക്ഷേ സ്ത്രീകൾക്ക് അതിനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ആസ് എ വോർ മീൻസ് എന്താണ്? പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അപ്പോൾ കർണൻ പറയുന്നത് ഇത്തരത്തിൽ 5 പുരുഷന്മാരെ ഒരേ സമയം ഭർത്താവായി സ്വീകരിച്ചിട്ടുള്ള ദ്രൗപദിയെ നമുക്കൊരിക്കലും ഒരു റെസ്പെക്റ്റഡ് ലേഡി ആയിട്ട്, ഒരു വേർച്ചസ് ലേഡി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഷീ ഈസ് ലൈക്ക് എ വോർ, ഷീ ഈസ് ലൈക്ക് എ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് കർണൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ്രൗപദിയെ ഇത്തരത്തിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ദുശാസനന് ഉണ്ട് എന്നുകൂടെ കർണൻ അവിടെ കൂട്ടിച്ചേർക്കുന്നു. ദെൻ ദ്രൗപദി ഈസ് മോളസ്റ്റഡ് ബിഫോർ എവ്രി വൺ. അപ്പോൾ ആ ഒരു സഭയിൽ, ആ ഒരു ഹാളിൽ, ഡൈസിങ് ഹാളിൽ വെച്ചിട്ട് ദ്രൗപദി എന്താണ്? ഷി വാസ് മോളസ്റ്റഡ്. അവളെ മാനത്തിന് ആര് വില പറയാണ്? ദുശാസനൻ വില പറയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് കാണുന്നത്? ദ്രൗപദിയുടെ ആ ഒരു ഡ്രസ്സ് ദുശാസനൻ വലിച്ച് ഊരാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് വാസ് ഹെർ മെൻസ്ട്രേഷൻ പീരീഡ്. ആ ഒരു മെൻസ്ട്രേഷൻ ടൈമിലാണ് ദുശാസനൻ ഇത്തരത്തിലുള്ള അതിക്രമം ദ്രൗപദിയോട് കാണിക്കുന്നത്. ദ്രൗപദി വാസ് സേവ്ഡ് ബൈ ദ ഏജൻസി ഓഫ് ഗോഡ്. അപ്പോൾ അവിടെ ദ്രൗപദിയുടെ സഹായത്തിനായിട്ട് ആരും തന്നെ അവിടെ എത്തുന്നില്ല. അവളുടെ 5 ഭർത്താക്കന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സന്യാസിമാരും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ആ ഒരു സഭയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ഒരാൾ പോലും ദ്രൗപദിയെ സേവ് ചെയ്യാൻ അവിടെ വരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ദ്രൗപദിയെ സേവ് ചെയ്യുന്നത് ആരാണ്? ദ ഏജൻസി ഓഫ് ഗോഡ്, കൃഷ്ണനാണ് അവിടെ എന്തായിട്ട് ദ്രൗപദിയെ സേവ് ചെയ്യുന്നത്. എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? Another similar skirt appeared everyone. Dushasana tired and ashamed. അപ്പോൾ അവിടെ ദുശാസനൻ എന്താണ്? He striped her skirt. ദുശാസനൻ ദ്രൗപദിയുടെ സ്കേർട്ട് എന്താണ്? അത് വലിച്ചൂരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓരോ സമയം സ്കേർട്ട് വലിച്ചൂരാൻ ശ്രമിക്കുമ്പോഴും അനദർ സിമിലർ സ്കേർട്ട് അപ്പിയർഡ് ദർ. ഒരു അതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ളൊരു സ്കേർട്ട് എന്താണ്? അവിടെ അപ്പിയർ ചെയ്യാണ്. അത്തരത്തിൽ ദ്രൗപദിയുടെ ആ ഒരു മാനം ആര് രക്ഷിക്കുന്നുണ്ട്? ലോർഡ് കൃഷ്ണ അവിടെ രക്ഷിക്കുകയാണ്. ദെൻ ദുശാസന ടയേർഡ് ആൻഡ് അഷെയിംഡ്. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു കോർട്ടിൽ എന്താണ്? വി ക്യാൻ സീ എ ഹീപ്പ് ഓഫ്
സ്കേർട്സ്, അതായത് ഒരു ഹീപ്പ്, ഒരു മല പോലെ എന്താണ് സ്കേർട്ട് അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. അതായത് ഓരോ ടൈമിൽ ദുശാസനൻ ഈ സ്കേർട്ട് സ്ട്രൈപ്പ് ചെയ്യുമ്പോഴും എന്താണ് മറ്റൊരു സിമിലർ ആയിട്ട് മറ്റൊരു സ്കേർട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ദെൻ ദുശാസന വാസ് ടയേർഡ് ആൻഡ് അഷെയിംഡ്. അപ്പോൾ ആ ഒരു സമയത്ത് ദുശാസൻ എന്താണ്, ഹി വാസ് ടയേർഡ്, ഇത്രയും നേരം വലിച്ചൂരിയിട്ടും എന്താണ് ഈ ഒരു ദ്രൗപദിയുടെ വസ്ത്രം എന്താണ് അവളെ നേക്കഡാക്കാൻ ദുശാസനന് സാധിക്കുന്നില്ല. അപ്പോൾ അവളെ നേക്കഡാക്കിയിട്ട് മൊളസ്റ്റ് ചെയ്യുക എന്നുള്ള, അത്രയും ആളുകളുടെ മുന്നിൽ ദ്രൗപദിയെ മൊളസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ദുശാസനൻ്റെ ആ ഒരു എയിം ആയിട്ട് ഇവിടെ പറയുന്നത്. പക്ഷേ അവിടെ ദ്രൗപദിയുടെ സഹായത്തിന് എത്തുന്നത് ആര് മാത്രമാണ്? ഏജൻസി ഓഫ് ഗോഡ്, ലോർഡ് കൃഷ്ണയാണ് അവിടെ എത്തുന്നത്. ദെൻ നോക്കാം, ദെൻ ഈ സമയത്ത് കർണ പറയുന്നുണ്ട് there are 3 who own no property. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള എന്താണ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നിയമമാണ്. there are 3 who own no property. സമൂഹത്തിൽ 3 ആളുകളാണ് എന്ത്, അവർക്ക് ആ പ്രോപ്പർട്ടീസ് ഇല്ലാത്തതുള്ളൂ. ആരൊക്കെയാണത്? എ സ്റ്റുഡൻറ്റ്, എ സ്ലേവ് ആൻഡ് എ ഡിപ്പെൻഡൻറ്റ് വുമൺ. അതായത് ഒരു സ്റ്റുഡൻറ്റിന് എന്തുണ്ടായിരിക്കില്ല, പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എ സ്ലേവ്, ഒരു അടിമയ്ക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെയാണ് എന്ത്, എ ഡിപ്പെൻഡൻറ്റ് വുമൺ, ഒരു പുരുഷനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീക്കും എന്തിനുള്ള അവകാശമില്ല, പ്രോപ്പർട്ടീസിനുള്ള അധികാരം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ദ്രൗപദിയെ എന്തായിട്ട് കണക്കാക്കുന്നത്? പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് യുധിഷ്ഠിര. യുധിഷ്ഠിരൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് ദ്രൗപദി. അതുകൊണ്ട് യുധിഷ്ഠിരന് എന്തിനുള്ള അധികാരമുണ്ട്? ദ്രൗപദിയെ സ്റ്റേക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നവിടെ പറയുന്നത്. ദെൻ ഇറ്റ് ഷോസ് ദ പ്ലേസ് ഓഫ് വിമൻ ഇൻ ആൻഷ്യൻ്റ് പീരീഡ്. ആ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ സ്ത്രീകളുടെ ആ ഒരു നിലവാരം അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ ഒരു പ്ലേസിനെയാണ്, ആ ഒരു സ്റ്റേജിനെയാണ് കർണൻ്റെ ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ ഭീമ ആംഗ്രി വിത്ത് യുധിഷ്ഠിര ഫോർ സ്റ്റേക്കിംഗ് ദ്രൗപദി. ഇവിടെ ദ്രൗപദിയെ യുധിഷ്ഠിരൻ സ്റ്റേക്ക് ചെയ്തപ്പോൾ അതിന് കുറച്ചെങ്കിലും പ്രതികരിച്ചത് ആര് മാത്രമാണ്? ഭീമ മാത്രമാണ്. ഭീമ ദ്രൗപദിയുടെ ഹസ്ബൻഡ് തന്നെയാണ്, യുധിഷ്ഠിരൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇവിടെ ഭീമൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ദ്രൗപദിയുടെ ആ ഒരു സ്റ്റേക്കിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ദെൻ ആ സമയത്ത് അർജുനൻ പറയുന്നുണ്ട്, നോ വൺ മേ ഓവർ റീച്ച് ഹിസ് എൽഡസ്റ്റ് ബ്രദർ ബൈ ലോ, ഇറ്റ്സ് ധർമ്മ. അതായത് ഭീമ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് അർജുനൻ പറയുന്നത് എന്താണ്? ഒരിക്കലും യുധിഷ്ഠിരൻ എന്താണ്, നമ്മളുടെ മൂത്ത ജ്യേഷ്ഠനാണ്, നമ്മളുടെ രാജാവാണ്. അപ്പോൾ ഒരിക്കലും എൽഡർ ബ്രദറിൻ്റെ മുകളിൽ ഒരിക്കലും ഒരാൾക്കും എന്താണ് അഭിപ്രായം പറയാനുള്ള അധികാരം ഇല്ല എന്ന് അർജുനൻ അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ദ ധർമ്മ. നമ്മൾ ധർമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് യുധിഷ്ഠിര എൽഡർ ബ്രദറാണ്. അപ്പോൾ ആ ഒരു എൽഡർ ബ്രദർ എന്താണോ തീരുമാനിക്കുന്നത് അത് എന്താണ്, അത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ താഴെയുള്ള ആളുകളുടെ ആ ഒരു താഴെയുള്ള ആളുകൾക്ക് അത് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ അവരുടെ ഓവർ റീച്ച് ചെയ്യാൻ, അവർക്ക് മുകളിലെത്താൻ നമുക്ക് ഒരു അവകാശവുമില്ല. അതാണ് നമ്മളുടെ ധർമ്മം എന്ന് അർജുനൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ധർമ്മ കാരണമാണ് അർജുനനും അതുപോലെ തന്നെ ഭീമനും സഹദേവനും നകുലനും ഒക്കെ എന്ത് ചെയ്യുന്നത്? ദ്രൗപദിയെ മോളസ്റ്റ് ചെയ്യാൻ ദുശാസനൻ ദ്രൗപദിയെ മോളസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും മിണ്ടാതിരിക്കുന്നത്. ദെൻ 3 boons to ദ്രൗപദി. ഇവിടെ ഇനി 3 ബൂൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എന്താണ് 3 boons to ദ്രൗപദി. ദ്രൗപദിക്ക് ധൃതരാഷ്ട്രർ നൽകുന്ന 3 വരങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ധൃതരാഷ്ട്രർ എന്തിനാണ് ദ്രൗപദിക്ക് വരം നൽകുന്നത്? ഹി വാസ് ഫിയർ ഓഫ് ഇംപെൻഡിങ് ഡൂം ടു കൗരവ. അപ്പോൾ ദ്രൗപദിയെ ഈ മോളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ആ ഒരു കോർട്ടിൽ ഒരുപാട് ഭയാനകമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ധൃതരാഷ്ട്രർ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ദ ഇമ്മീഡിയറ്റ് ഡൂം കം ടു കൗരവാസ്. അതായത് ഇതിൽ നിന്നുമാണ് എന്തുണ്ടായിരിക്കുക? കൗരവരുടെ നാശത്തിനുള്ള വിത്താണ് ഇവിടെ വിതച്ചിട്ടുള്ളത് എന്ന് ധൃതരാഷ്ട്രർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ എന്ത് ചെയ്യുന്നത്? ദ്രൗപദിക്ക് 3 boons, 3 വരങ്ങൾ നൽകുന്നത്. എന്തും ചോദിക്കാം എന്നുള്ള ഒരു 3 വരങ്ങൾ എന്തും ചോദിക്കാം എന്ന് ധൃതരാഷ്ട്രർ ദ്രൗപദിയോട് പറയാം. അപ്പോൾ ദ്രൗപദി ആസ്ക്സ് 2 boons. അതിൽ 2 വരങ്ങളാണ് ദ്രൗപദി ചോദിക്കുന്നത്. ഒന്നെന്താണ്? ഷീ ആസ്ക്സ് ഫോർ ദ ഫ്രീഡം ഓഫ് യുധിഷ്ഠിര. ആദ്യത്തെ വരമായിട്ട് അവൾ ചോദിക്കുന്നത് യുധിഷ്ഠിരൻ്റെ ഫ്രീഡമാണ്. യുധിഷ്ഠിരനെ ഫ്രീ ആക്കണം എന്നാണ് ദ്രൗപദി ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. സെക്കൻഡ് വൺ എന്താണ്?
ഫ്രീസ് ഓൾ ഹെർ ഹസ്ബൻഡ്. രണ്ടാമത്തെ ബൂണിൽ അവൾ എന്താണ്, അവളുടെ അവളുടെ 5 ഭർത്താക്കന്മാരെയും അവൾ ഫ്രീ ആക്കുന്നു. അപ്പോൾ അവിടെ പാണ്ഡവാസ് 5 പേരും എന്താണ്, അവർ സ്ലേവ്സ് ആണ്. യുധിഷ്ഠിര, അർജുന, ഭീമ, നകുല, സഹദേവ ഇവരൊക്കെ എന്താണ്, കൗരവരുടെ സ്ലേവ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ഡൈസിങ് ഗെയിമിലൂടെ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ബൂണിലൂടെ ദ്രൗപദി ചോദിക്കുന്നത് എന്താണ്, അവരെ 5 പേരെയും ഫ്രീ ആക്കാനാണ് ദ്രൗപദി ചോദിക്കുന്നത്. ആൻഡ് ദ തേർഡ് ബൂൺ ഷീ ഡസൻറ്റ് ടേക്ക്. മൂന്നാമത്തെ ബൂൺ എന്താണ്, ദ്രൗപദി എടുക്കുന്നില്ല. തേർഡ് ബൂൺ ഷീ റെഫ്യൂസസ് ടു ടേക്ക്. മൈ ഹസ്ബൻഡ്സ് വിൽ ഫൈൻഡ് ഗുഡ് തിങ്സ്. മൂന്നാമത്തെ ബൂണ് എന്താണ്, ദ്രൗപദി റെഫ്യൂസ് ചെയ്യാണ്. കാരണം അവൾ പറയുന്നുണ്ട് മൈ ഹസ്ബൻഡ്സ് വിൽ ഫൈൻഡ് ഗുഡ് തിങ്സ്. എൻ്റെ ഹസ്ബൻഡ്സ് അവരുടെ പ്രയത്നത്താൽ തന്നെ എന്താണ്, ഇത് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കും. അതായത് അവരുടെ രാജ്യം മുഴുവൻ എന്താണ്, അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ബൂണിലൂടെ ദ്രൗപദിക്ക് എന്ത് ചോദിക്കാമായിരുന്നു, അവർക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു ചോദിക്കാമായിരുന്നു. പക്ഷെ ദ്രൗപദി അത് ചെയ്യുന്നില്ല. മൂന്നാമത്തെ ബൂൺ എന്താണ്, ഷീ റെഫ്യൂസസ് ടു ടേക്ക്. അത് റെഫ്യൂസ് ചെയ്യാണ്. ആൻഡ് ഷീ സേസ് മൈ ഹസ്ബൻഡ്സ് വിൽ ഫൈൻഡ് ഗുഡ് തിങ്സ്. എൻ്റെ ഹസ്ബൻഡ്സ് അവരുടെ ആ ഒരു അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ നഷ്ടപ്പെട്ടതെല്ലാം വേറെ രീതിയിൽ തിരിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള ഉറപ്പ് ആർക്കുണ്ട്, ദ്രൗപദിക്ക് ഉണ്ട്. ദെൻ ദ്രൗപദി സേവ്സ് പാണ്ഡവ. ദാറ്റ്സ് ദ ഐറണി. ഇവിടെ ആ ഒരു വിരോധാഭാസം, ഐറണി എന്താണ്, ദ്രൗപദി സേവ്സ് പാണ്ഡവ. ഇവിടെ പാണ്ഡവാസ് 5 പേരുണ്ട്. അപ്പൊ 5 പേരുടെയും കൂടെ വൈഫാണ് ആര്, ദ്രൗപദി. അപ്പൊ ആ ദ്രൗപദിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല, പാണ്ഡവാസിന് കഴിഞ്ഞിട്ടില്ല. ദ്രൗപദിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരാണ്, പാണ്ഡവാസാണ്. പക്ഷെ ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ദ്രൗപദിയാണ് ഈ പാണ്ഡവാസിനെ 5 പേരെയും ഇവിടെ സേവ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്, ഒരു ഐറണി ആയിട്ട് പറയുന്നത്. ദെൻ ധൃതരാഷ്ട്ര ഗീവ്സ് ബാക്ക് ഓൾ ദാറ്റ് ദേ ലോസ്റ്റ് ഇൻ ദ ഗെയിം. പിന്നീട് ധൃതരാഷ്ട്ര തന്നെ എന്താണ്, ഇവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം, അവരുടെ രാജ്യവും എല്ലാം എന്താണ്, ധൃതരാഷ്ട്രർ പാണ്ഡവർക്ക് തിരിച്ചു നൽകുന്നുണ്ട്. പിന്നീട് എന്താണ്, ഈ ഒരു സീനിൽ നമ്മൾ കാണുന്നത്, ഇവർ 5 പേരും അതുപോലെ തന്നെ ദ്രൗപദിയെ കൂട്ടിയിട്ട് ഇവരെന്താണ്, ഇവരുടെ രാജ്യമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് നോക്കാം, ദ സീക്വൽ ഓഫ് ദ ഡൈസിങ്. ഡൈസിങ്ങിൻ്റെ സബ്സീക്വൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, അതായത് ഡൈസിങ്ങിന് ശേഷം അനുബന്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്, ദ പാണ്ഡവാസ് ഡിപ്പാർച്ചർ. പാണ്ഡവാസ് എന്താണ്, ദ്രൗപദിക്ക് ധൃതരാഷ്ട്രർ 3 ബോൺസ് നൽകുകയും ദ്രൗപദി പാണ്ഡവാസിനെ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ധൃതരാഷ്ട്രർ എന്ത് ചെയ്തു, അവർക്ക് അവരുടെ ആ കിങ്ഡം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ്, ദേ ഡിപ്പാർച്ചർ ഫ്രം ദ പാലസ്. അവർ ധൃതരാഷ്ട്രരുടെ പാലസിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോവാണ്. നോക്കുക, ദുര്യോധന urges ധൃതരാഷ്ട്ര ടു കോൾ ദം ബാക്ക്. അപ്പോൾ ഇവർ തിരിച്ചു പോയ സമയത്ത് ദുര്യോധനൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്നിട്ട് എന്താണ് പറയുന്നത്, ടു കോൾ ദം ബാക്ക്, അവരെ തിരിച്ചു വിളിക്കാനാണ് പറയുന്നത്. എന്താണ് ദുര്യോധനൻ പറയുന്നത്, പാണ്ഡവാസ് ആർ ലെഫ്റ്റ് ആസ് വോണ്ടഡ് ടൈഗേഴ്സ്. ഇവിടെ പാണ്ഡവാസ് എന്താണ്, ദേ ആർ ലെഫ്റ്റ് ആസ് വോണ്ടഡ് ടൈഗേഴ്സ്. അവർ മുറിവേറ്റ ടൈഗേഴ്സിനെ പോലെയാണ് ഇവിടെ നിന്നും തിരിച്ചു പോയിട്ടുള്ളത്. കാരണം അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് അവരുടെ ഭാര്യയെ മൊളസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ദേ ആർ ലൈക്ക് വൂണ്ടഡ് ടൈഗേഴ്സ്. അവർ മുറിവേറ്റ ടൈഗേഴ്സിനെ പോലെയാണ് അവർ തിരിച്ചു പോയിട്ടുള്ളത്. ഷുവർ ടു അറ്റാക്ക് കൗരവാസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പാണ്ഡവാസ് അവരുടെ രാജ്യത്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് അവർ കൗരവാസിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് ഷുവറാണ്. ഇതാണ് ദുര്യോധനൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് പോയി പറയുന്നത്. അപ്പോൾ ദുര്യോധനന്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് വെച്ചാൽ പാണ്ഡവാസിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക അല്ലെങ്കിൽ നാട് കടത്തുക. അതിനുള്ള ഒരു ഫുൾ പ്ലേ ആണ് ദുര്യോധനൻ ഇവിടെ കളിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രരുടെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം അതിനുള്ള ന്യായീകരണങ്ങൾ നൽകുന്നുണ്ട്. ദേ ആർ ലെഫ്റ്റ് ആസ് വോണ്ടഡ് ടൈഗേഴ്സ്. പാണ്ഡവാസ് വോണ്ടഡ് ടൈഗേഴ്സിനെ പോലെയാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ഷുവർ ദാറ്റ് ദേ വിൽ അറ്റാക്ക് കൗരവാസ്. അവർ കൗരവാസിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഷുവറാണ്. ദെൻ ദുര്യോധന സജസ്റ്റ് അനദർ ഗെയിം ഓഫ് ഡൈസ്. അപ്പോൾ ഇവിടെ പാണ്ഡവാസിനെ എക്സൈൽ ചെയ്യാൻ, നാട് കടത്തണം എന്നുള്ളതാണ് ദുര്യോധനന്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് എന്താണ് പറയുന്നത്, ഹി സജസ്റ്റ് അനദർ ഗെയിം ഓഫ് ഡൈസ്. അവിടെ രണ്ടാമതൊരു ചൂത് കളി കൂടെ ദുര്യോധനൻ ഇവിടെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. ടു എക്സൈൽ പാണ്ഡവാസ് ഫ്രം ദെയർ കിങ്ഡം. അപ്പോൾ ആ ഒരു
ഡൈസ് പ്ലേയിലൂടെ പ്ലേ ഓഫ് ഡൈസിലൂടെ എന്താണ് പാണ്ഡവാസിനെ അവരുടെ കിങ്ഡത്തിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും എക്സൈൽ ചെയ്യാം എന്ന് ഇദ്ദേഹം കണക്ക് കൂട്ടുകയാണ്. നോക്കാം, ഹി അഷ്യൂർസ് ദാറ്റ് ശകുനി വിൽ വിൻ ദ ഗെയിം. അപ്പോൾ ഇവിടെ ദുര്യോധനൻ പറയുന്നുണ്ട് ശകുനി വിൽ വിൻ ദ ഗെയിം. ശകുനി എന്ന് പറഞ്ഞാൽ ദുര്യോധനന്റെ അമ്മാവനാണ്. അമ്മാവൻ എന്ന് പറയുമ്പോൾ ദുര്യോധനന്റെ അമ്മയായിട്ടുള്ള ഗാന്ധാരിയുടെ ബ്രദറാണ്. ദുര്യോധനന്റെ അമ്മയുടെ ബ്രദറാണ്, ഗാന്ധാരിയുടെ ബ്രദറാണ്. ധൃതരാഷ്ട്രരുടെ എന്താണ് ധൃതരാഷ്ട്രരുടെ ഭാര്യയാണ് ഗാന്ധാരി, ഗാന്ധാരിയുടെ ബ്രദറാണ് ശകുനി. അപ്പൊ അവിടെ ശകുനി എന്താണ്, ഹി വിൽ വിൻ ദ ഗെയിം. അദ്ദേഹം എന്ത് ട്രിക്കുകളിലൂടെയും എന്താണ് ആ ഒരു ഗെയിം കളിക്കും എന്ന് ദുര്യോധനൻ ധൃതരാഷ്ട്രർക്ക് ഉറപ്പ് നൽകാണ്. ഇറ്റ് ഈസ് എൻ എവിഡൻസ് ഓഫ് എ പ്ലാൻ ടു എലിമിനേറ്റ് ദ പാണ്ഡവാസ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് എന്താണ് ഈ പാണ്ഡവാസിനെ എലിമിനേറ്റ് ചെയ്യാൻ ദുര്യോധനന്റെ ആ ഒരു ഫുൾ പ്ലേ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു എവിഡൻസ് ആണ് ഇതിൽ നിന്നും കാണുന്നത്. അപ്പോൾ ഇവിടെ പാണ്ഡവാസ് wounded ടൈഗേഴ്സ് ആയിട്ടാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ഷുവർ ദാറ്റ് ദേ വിൽ അറ്റാക്ക് കൗരവാസ്. അവരെ കൗരവാസിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഷുവർ ആണ് എന്ന് ആര് പറയുന്നുണ്ട്, ദുര്യോധനൻ പറയുന്നുണ്ട്. ആൻഡ് ഹി ഈസ് ഷുവർ ദാറ്റ് ശകുനി വിൽ വിൻ ദ ഗെയിം. അതായത് രണ്ടാമതൊരു ഡൈസ് പ്ലേ നടത്തുകയാണെങ്കിൽ ശകുനി തീർച്ചയായിട്ടും എന്താണ് ആ ഗെയിമിൽ വിജയിക്കുകയും നമുക്ക് പാണ്ഡവാസിനെ എന്നേക്കുമായിട്ട് നാട് കടത്താൻ സാധിക്കും എന്ന് ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ദെൻ നോക്കാം, ധൃതരാഷ്ട്ര ബ്ലൈൻഡ് ലവ് ഫോർ ഹിസ് സൺ. അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്രയുടെ പ്രത്യേകത എന്താണ്, ഹി വാസ് ബ്ലൈൻഡ്. അദ്ദേഹം സ്വതവേ ബ്ലൈൻഡ് ആണ്, കണ്ണ് കാണില്ല. പക്ഷേ ഇവിടെ എന്താണ് മകനോടുള്ള ആ ഒരു സ്നേഹം കാരണം എന്താണ് കണ്ണ് കാണാത്ത ഒരവസ്ഥ, നമ്മൾ പറയുമല്ലോ വാത്സല്യം കൊണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് ദുര്യോധനനെ അത്രമാത്രം ഇഷ്ടമാണ്. അപ്പോൾ മകൻ പറഞ്ഞത് എന്തിനും അദ്ദേഹം ധർമ്മ അല്ലെങ്കിൽ ലോ നോക്കാതെ എന്താണ് അദ്ദേഹം അതിന് സാങ്ഷൻ കൊടുക്കും. അത്തരത്തിലുള്ള ഒരാളാണ് ധൃതരാഷ്ട്രർ. ദെൻ ഹി എഗ്രീസ്. അതുകൊണ്ട് തന്നെ മകൻ പറഞ്ഞതിൽ കാര്യം എന്താണ്, മകൻ പറഞ്ഞത് മുഴുവൻ ശരിയല്ല എന്ന് ധൃതരാഷ്ട്രർക്ക് അറിയാം. അതുപോലെ തന്നെ അത് കൗരവാസിന്റെ നാശത്തിലേക്കാണ് എന്നുള്ളതും ധൃതരാഷ്ട്രർക്ക് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് മകനോടുള്ള ആ ഒരു വാത്സല്യം കാരണം മാത്രമാണ് ധൃതരാഷ്ട്രർ എന്ത് ചെയ്യുന്നത്, രണ്ടാമതൊരു ഡൈസ് പ്ലേക്ക് കൂടെ എഗ്രി ചെയ്യുന്നത്. ദെൻ ഹിസ് വൈഫ് ഗാന്ധാരി. ധൃതരാഷ്ട്രയുടെ വൈഫാണ് ആര്, ഗാന്ധാരി, അതായത് ദുര്യോധനന്റെ മദർ. ഗാന്ധാരി കോഷൻസ് ഹിം. അതായത് ഈ സമയത്ത് ഗാന്ധാരി എന്താണ് ധൃതരാഷ്ട്രരെ മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് അത് പാടില്ല. കാരണം മകനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് കൗരവരുടെ നാശത്തിലേക്കുള്ള വഴിയാണ് എന്ന് ഗാന്ധാരി ആരോട് പറയുന്നുണ്ട്, ധൃതരാഷ്ട്രരോട് പറയുന്നുണ്ട്. ഷീ ഈസ് മോർ റേഷണൽ ദാൻ ഹെർ ഹസ്ബൻഡ്. ഇവിടെ ധൃതരാഷ്ട്രർ അവിടുത്തെ കിങ് ആണ്, പക്ഷെ ആ ഒരു രാജാവിനേക്കാൾ കുറച്ച് റേഷണൽ ആയിട്ട് നമുക്ക് ആരെ കാണാൻ സാധിക്കും, ഗാന്ധാരിയെ കാണാൻ സാധിക്കും. ഷീ ലവ്ഡ് ഹെർ സൺ ബട്ട് റാദർ ഗവേൺഡ് ബൈ ധർമ്മ. ഗാന്ധാരിക്ക് മകനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദുര്യോധനനെ ഒരുപാട് ഇഷ്ടമാണ് ഗാന്ധാരിക്കും. പക്ഷേ അവരെന്താണ്, ഷീ ഈസ് ഗവേൺഡ് ബൈ ധർമ്മ. ഇവിടെ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ആരാണ്, ഗാന്ധാരി മാത്രമാണ്. അപ്പോൾ അവിടെ ധൃതരാഷ്ട്രർ മകന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന സമയത്ത് അവിടെ ധൃതരാഷ്ട്രർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ആരാണ്, ഗാന്ധാരിയാണ്. ദെൻ യുധിഷ്ഠിര അവെയർ ഓഫ് ദ കോൺസിക്വൻസസ്. അപ്പോൾ ഈ സമയത്ത് ഗാന്ധാരിയുടെ വാക്കൊന്നും ആര് കേൾക്കുന്നില്ല, ധൃതരാഷ്ട്രർ കേൾക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു മെസ്സഞ്ചറെ അയക്കുകയാണ് പാണ്ഡവാസിന്റെ അടുത്തേക്ക്. അപ്പോൾ പാണ്ഡവാസ് എന്താണ് ഈ ഒരു പാലസിൽ നിന്നും തിരിച്ചു പോകുന്ന ആ ഒരു വഴിയാണ്. ആ ഒരു വഴിയിലേക്ക് ആര് വിടുന്നുണ്ട്, ഒരു മെസ്സഞ്ചറെ ധൃതരാഷ്ട്രർ സെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ യുധിഷ്ഠിര അവെയർ ഓഫ് ദ കോൺസിക്വൻസസ്. അപ്പോൾ ഈ മെസ്സഞ്ചർ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് എന്ത്, ധൃതരാഷ്ട്ര ഈസ് കോളിംഗ് ഫോർ അനദർ ഡൈസിങ് പ്ലേ. ധൃതരാഷ്ട്ര രണ്ടാമതൊരു ഡൈസിങ് പ്ലേക്ക് കൂടെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആ ഒരു മെസ്സഞ്ചർ പറയാണ്. പക്ഷേ എന്താണ്, യുധിഷ്ഠിര അവെയർ ഓഫ് ദ കോൺസിക്വൻസസ്. അപ്പോൾ ഈ ഒരു രണ്ടാമതൊരു ഡൈസ് പ്ലേ കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ആർക്ക് അറിയാം, യുധിഷ്ഠിരന് അറിയാം. ബട്ട് ഹി ഈസ് കമ്പൽഡ് ടു ഒബേ ദ വേർഡ് ഓഫ് ധൃതരാഷ്ട്ര. പക്ഷേ ഇവിടെ ആദ്യം ആ ഒരു ഫസ്റ്റ് നമ്മൾ ആ ഡൈസിങ് പ്ലേക്ക് യുധിഷ്ഠിരനെ വിളിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നുണ്ട് എന്താണ്, എനിക്ക് അദ്ദേഹത്തെ ഒബേ ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേക്ക് പോകുന്നത് എന്ന് യുധിഷ്ഠിരൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സെക്കൻഡ് ടൈമിലും എന്താണ്, ഹി ഈസ് കമ്പൽഡ് ടു ഒബേ ദ വേർഡ് ഓഫ് ധൃതരാഷ്ട്ര. അദ്ദേഹം ധൃതരാഷ്ട്രരുടെ ആ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ കമ്പൽ ചെയ്യാണ്. കാരണം അദ്ദേഹം സ്വന്തം പിതാവിൻ്റെ സഹോദരനാണ്.
അപ്പോൾ അതുപോലെ തന്നെ കൗരവാസിലെ കിങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ വാക്കിനെ ധിക്കരിക്കാൻ ആരുടെ ധർമ്മം ഇവിടെ സമ്മതിക്കുന്നില്ല? യുധിഷ്ഠിരന്റെ ധർമ്മം ഇവിടെ സമ്മതിക്കുന്നില്ല. സോ ഹി ഈസ് കമ്പൽഡ് ടു ഒബേ ധൃതരാഷ്ട്ര. അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രയെ ഒബേ ചെയ്യാൻ ഇവിടെ യുധിഷ്ഠിരൻ കമ്പൽ ചെയ്യപ്പെടുക. ദെൻ ദ ഡിഫീറ്റഡ് ഗ്രൂപ്പ് വിൽ ഗോ ഇൻ ടു ദ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഡൈസിങ് പ്ലേയിലെ ദുര്യോധനൻ എന്താണ് ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. എന്താണത്? ദ ഡിഫീറ്റഡ് ഗ്രൂപ്പ് വിൽ ഗോ ഇൻ ടു ദ ഫോറസ്റ്റ് ഫോർ 12 years. ഇവിടെ ഏത് ഗ്രൂപ്പാണോ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നത്, ഏത് ഗ്രൂപ്പാണോ ഇവിടെ ഈ ഒരു ഡൈസിങ് പ്ലേയിൽ പരാജയപ്പെടുന്നത്, ദേ വുഡ് ഗോ ടു ദ ഫോറസ്റ്റ് ഫോർ 12 years. 12 വർഷം അവർക്ക് വനവാസകാലമാണ്. അപ്പോൾ ഇവിടെ ശകുനി ട്രിക്കുകളിലൂടെ എന്ത് ചെയ്യും? ഇവരെ പരാജയപ്പെടുത്തും എന്നുള്ളത് ദുര്യോധനന് 100% ഷുവർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു കണ്ടീഷൻ വെക്കുന്നത്. എന്താണ്? ദ ഡിഫീറ്റഡ് ഗ്രൂപ്പ് വിൽ ഗോ ഇൻ ടു ദ ഫോറസ്റ്റ്. ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ് എന്താണ്? 12 വർഷത്തിന് ഒരു ഫോറസ്റ്റിലേക്ക് വനവാസത്തിന് പോകണമെന്നാണ്. കഴിഞ്ഞില്ല. ആൻഡ് അനദർ 1 year ഇൻ ഡിസ്ഗൈസ്. 12 വർഷത്തിന് ശേഷം ഒരു വർഷം എന്താണ്? ഡിസ്ഗൈസ് ആയിട്ട്, അതായത് ആരാലും അറിയപ്പെടാതെ എന്താണ് അജ്ഞാതവാസം വഹിക്കണം. അതായത് ലൈഫ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാതവാസം, ആരാലും അറിയപ്പെടാതെ എവിടെയെങ്കിലും ഒക്കെ അജ്ഞാതരായിട്ട് താമസിക്കണം എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. ദെൻ if their identity is revealed in the 13th year, the cycle of 12-year exile would begin afresh. അപ്പോൾ ഇവിടെ കണ്ടീഷൻ തീർന്നിട്ടില്ല. 13ാമത്തെ വർഷം, അതായത് ലൈഫ് ഓഫ് ഡിസ്ഗൈസ്, അതായത് എന്താണ് അജ്ഞാതവാസത്തിനിടയ്ക്ക് ആ ഒരു വർഷത്തിൽ ആരെയെങ്കിലും ഇവരിൽ പാണ്ഡവാസിൽ ആരെയെങ്കിലും ഒരാളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൗരവാസ പാണ്ഡവാസിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, 13ാമത്തെ വർഷമാണ്, 13ാമത്തെ വർഷം കൗരവാസ പാണ്ഡവാസിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ 12 വർഷത്തെ ഈ ഒരു എക്സൈൽ എന്താണ്? വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ ദുര്യോധനൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ദുര്യോധനൻ പാണ്ഡവാസിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നാട് കടത്താനാണ് ശ്രമിക്കുന്നത്. 13ാമത്തെ വർഷം അവർ കണ്ടെത്തിയാൽ എന്താണ്? വീണ്ടും ആ ഒരു 12 വർഷം 13 വർഷം എന്താണ്? അതിങ്ങനെ ആ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ആരുടെയും ആവശ്യം? ദുര്യോധനന്റെയും ആവശ്യം. ദെൻ യുധിഷ്ഠിര അഗൈൻ ലോസസ് ഹിസ് കിങ്ഡം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഐസിങ്ങിലും എന്താണ്? യുധിഷ്ഠിരന് അദ്ദേഹത്തിന്റെ കിങ്ഡം നഷ്ടപ്പെട്ടു. പിന്നെ ആസ് എ റിസൾട്ട് എന്താണ്? ആസ് എ റിസൾട്ട് ദേ ആക്സെപ്റ്റ് എക്സൈൽ. അപ്പോൾ ആ ഒരു രാജ്യം നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് രാജ്യത്തിനെ സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡൈസിങ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ശകുനി ട്രിക്സിലൂടെ ഈ യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തുകയും യുധിഷ്ഠിരന് സ്വന്തം രാജ്യം നഷ്ടപ്പെടുകയും ചെയ്തു. ആസ് എ റിസൾട്ട് ഹി ആക്സെപ്റ്റ്സ് എക്സൈൽ. അതിൻ്റെ റിസൾട്ട് എന്നോണം യുധിഷ്ഠിരനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും ദ്രൗപദിയും എന്താണ്? എക്സൈല്, നാടുകടത്തൽ ആക്സെപ്റ്റ് ചെയ്യാണ്. ദെൻ the active agency of fate and the complete submission of human beings to it. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഫെയ്റ്റ് ഈസ് അൺഅൾട്ടറബിൾ. നമുക്കൊരിക്കലും നമ്മളുടെ ഫെയ്റ്റിനെ എന്താണ്? മാറ്റാൻ സാധിക്കില്ല, അല്ലേ? ഫെയ്റ്റ് ഈസ് അൺഅൾട്ടറബിൾ എന്ന് നമ്മൾ ഈ മഹാഭാരത ഈ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ദ ആക്റ്റീവ് ഏജൻസി ഓഫ് ഫെയ്റ്റ് എന്താണ്? അത് നമുക്കൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. ഇവിടെ യുധിഷ്ഠിര ഈ ഒരു സെക്കൻഡ് റൈസിങ്ങിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താണ്? അവർക്ക് ഈ ഒരു എക്സൈലും അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധമൊന്നും അതിൻ്റെ പ്രൊസീഡിങ്സ് ആയിട്ട് ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ആ ഒരു ഫെയ്റ്റാണ്, നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കാത്ത ആ ഒരു ഫെയ്റ്റിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ കംപ്ലീറ്റ് സബ്മിഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ടു ഇറ്റ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ്? they are completely submitted before the fate. നമ്മൾ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള എല്ലാവരും എന്താണ്? ഈ ഒരു ഫെയ്റ്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യപ്പെടുകയാണ്, സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ ഒരു ഫെയ്റ്റിനെ മാറ്റാൻ സാധിക്കില്ല. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിപ്പാർച്ചർ ടു ദ ഫോറസ്റ്റ്. പാണ്ഡവാസ് ഫോറസ്റ്റിലേക്ക് അവരുടെ എക്സൈൽമെന്റ്, അതായത് 12 വർഷത്തെ എക്സൈൽമെന്റ് പണിഷ്മെന്റിന് വേണ്ടിയിട്ട് അവര് ഫോറസ്റ്റിലേക്ക് പോകുന്നതാണ്. നോക്കാം. പാണ്ഡവാസ് ആർ ബീയിങ് കമ്പയർഡ് ടു രാമ, സിമിലർ എക്സ്പീരിയൻസസ്. അപ്പോൾ ഇവിടെ
ഈ പാണ്ഡവാസിന്റെ എക്സൈലിനെ എന്തുമായിട്ടാണ് നമുക്ക് സിമിലാരിറ്റി തോന്നുന്നത്? രാമായണത്തില് രാമന്റെ ആ ഒരു എക്സൈൽമെന്റ്, 14 വർഷം എന്താണ് രാമൻ വനവാസത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അതിനോട് നമുക്ക് എന്താണ് ഇവരുടെ ഈ പാണ്ഡവാസിന്റെ ഈ ഒരു എക്സൈല് രാമന്റെ എക്സൈലുമായിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ട്. They are equated with the avatars of gods. അപ്പോൾ ഇതിലൂടെ പാണ്ഡവാസിനെ എന്താണ്, ദേ ആർ ഇക്വേറ്റഡ് വിത്ത് ദി അവതാർസ് ഓഫ് ഗോഡ്. രാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പൊ അവിടെ ആ ഒരു ഗോഡിന്റെ ദൈവത്തിന്റെ അവതാരത്തോടാണ് ഇവിടെ പാണ്ഡവാസിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈക്വേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പാണ്ഡവാസ് അവര് ഈ ഒരു എക്സൈലിന് പോകുന്ന സമയത്ത് അവരുടെ ജെസ്റ്റേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അത് വിദുര ധൃതരാഷ്ട്രരോട് വിവരിക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യുധിഷ്ഠിര, അദ്ദേഹത്തിന്റെ ജെസ്റ്റേഴ്സ് എന്താണെന്നുള്ളതാണ്. ഗോസ് വിത്ത് ഹിസ് ഐസ് കവേർഡ്. യുധിഷ്ഠിര ആ ഒരു പാലസിൽ നിന്നും അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. കാരണം എന്താണ്? Lest I burn these folk down to the ground if I look at them with my evil eye. അപ്പോൾ യുധിഷ്ഠിര അത്രമാത്രം ചതിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവിടെ യുധിഷ്ഠിര പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഈ ഒരു കൗരവരെ നോക്കുകയാണെങ്കിൽ അവര് ബേൺ ചെയ്യും, അവർ കത്തിപ്പോകും. അത്രമാത്രം ഒരു ദേഷ്യം എനിക്ക് അവരോടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണ് കവർ ചെയ്ത്, കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് ഇവിടെ നിന്നും പുറത്തു പോകുന്നത്. We never find Yudhishthira speaking in this manner. അപ്പോൾ ഇത്രയും ആ ഒരു മഹാഭാരതം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുധിഷ്ഠിരൻ എന്തല്ല അത്രയും ഒരു ദേഷ്യമുള്ള ഒരാളല്ല. നമ്മൾ ഒരിക്കലും യുധിഷ്ഠിരനെ ഇത്രമാത്രം കോപത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഒരു ചതി യുധിഷ്ഠിരനെ ആര് ചെയ്തിട്ടുണ്ട്? ദുര്യോധനൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ ഈവിൾ ഐസ്, അതായത് എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കൗരവാസിനെ നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് ബേൺ ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് കവർ ചെയ്തുകൊണ്ട് പോവുകയാണ് എന്ന് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഭീമ, പാണ്ഡവരിൽ സെക്കൻഡ് ആയിട്ടുള്ള ഭീമൻ എന്താണ് പറയുന്നത്? ഗ്രേറ്റ് സ്ട്രെങ്ത് ദാറ്റ് ഈക്വൽസ് നൺ. ഭീമന്റെ പ്രത്യേകത എന്താണ്? ഹി ഹാഡ് ഗ്രേറ്റ് സ്ട്രെങ്ത്. അദ്ദേഹത്തിന് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ഭീമനെ പറയാറുള്ളത്. അപ്പൊ എന്താണ് ഈക്വൽസ് നൺ? ഈ ഭീമന്റെ സ്ട്രെങ്ത്തിനോട്, ഭീമന്റെ ആ ഒരു സ്ട്രെങ്ത്തിനോട് ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈക്വൽ ചെയ്യാൻ കഴിയില്ല. He going with his hands extended wide, ready to employ them upon his enemies. അപ്പോൾ ഭീമൻ പോകുന്നത് എങ്ങനെയാണ്? He extended his hands wide. അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് നിവർത്തി പിടിച്ചുകൊണ്ടാണ് ഭീമൻ അവിടെ നിന്നും പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൈ നിവർത്തി പിടിക്കുക, കീപ് ഇറ്റ് വൈഡ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? He was ready to employ them upon his enemies. അദ്ദേഹത്തിന്റെ അവിടുന്ന് എക്സ്റ്റെൻഡഡ് ഹാൻഡ്സ്, he was ready to employ them on his enemies. അദ്ദേഹത്തിന്റെ എനിമീസിന് മുകളിൽ പ്രഹരിക്കാൻ തക്ക രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും എനിമീസിന് മുഴുവൻ കാണാനാവുന്ന രീതിയിലാണ് ഭീമൻ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും വൈഡായി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. Then pledge to kill his enemies. അപ്പൊ അവിടെ വെച്ച് ഭീമൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലഡ്ജ് ചെയ്യുന്നുണ്ട്, ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എന്താണ്? ഐ വിൽ കിൽ മൈ എനിമീസ്. ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു എക്സൈലിന് ശേഷം തിരിച്ചു വന്നാൽ തീർച്ചയായും എൻ്റെ എനിമീസിനെ കൊല്ലും എന്ന് ആര് പറയുന്നുണ്ട്? ഭീമൻ അവിടെ വെച്ച് പ്ലഡ്ജ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ അർജുന. അർജുനൻ എന്താണ്? സ്കാറ്ററിംഗ് സാൻഡ്സ്. അർജുനൻ നടന്നു പോകുന്ന വഴിയിലെ മണൽത്തരികളെയൊക്കെ സ്കാറ്റർ ചെയ്തുകൊണ്ട്, തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇറ്റ് ഈസ് എ മെറ്റഫർ. അത് അവിടെ ഒരു മെറ്റഫർ ആണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദ നമ്പർ ഓഫ് എനിമീസ് ദാറ്റ് വിൽ ബേൺ വിത്ത് ഹിസ് ആരോ. അപ്പൊ ആ ഒരു സാൻഡിന്റെ തരികൾ അല്ലെ, ആ ഒരു ഗ്രെയിൻസ് ഓഫ് സാൻഡ്, അതായത് സാൻഡ് തരികൾ, മണൽത്തരികൾ ഇങ്ങനെ ചിതറുമ്പോൾ അതിലൂടെ അർജുനൻ വ്യക്തമാക്കുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് എനിമീസ് ദാറ്റ് വിൽ ബേൺ വിത്ത് ഹിസ് ആരോസ്. തിരിച്ചു വന്നാൽ ഉടനെ 13 വർഷക്കാലത്തിന് ശേഷം തിരിച്ചു വന്നാൽ എൻ്റെ അമ്പ് കൊണ്ട് മരിക്കാൻ പോകുന്ന എനിമീസിന്റെ എണ്ണമാണ് ഇത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അർജുനൻ എന്ത് ചെയ്യുന്നത്? ഈ സാൻഡിനെ സ്കാറ്റേർഡ് ചെയ്യുന്നത്. ദെൻ നകുല ആൻഡ് സഹദേവ, ഇവർ രണ്ടുപേരും അവരുടെ ജെസ്റ്റേഴ്സ് എന്താണ്? covered with the dust and streaks projecting their rebellion and anger. ഇവിടെ നകുലനും സഹദേവനും അവരുടെ ശരീരം ഡസ്റ്റ് കൊണ്ടും അതുപോലെ സ്ട്രീക്ക് കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്.
അതിലൂടെ കാണിക്കുന്നത് എന്താണ്? ദ റിബല്യൻ ആൻഡ് ആങ്കർ. അവർക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ഒരു ചതിയിൽ അവരുടെ റിബല്യനും അതുപോലെ തന്നെ അവരുടെ ആങ്കറുമാണ് നകുലനും സഹദേവനും ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ 5 പാണ്ഡവാസിന്റെ ജെസ്റ്റേഴ്സ്, അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വിതുര ധൃതരാഷ്ട്രരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ 5 പാണ്ഡവാസിന്റെ ജെസ്റ്റേഴ്സ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ്രൗപദിയുടെ അവസ്ഥ എന്താണ്? She is dressed in her sole garment, her cloth wet with blood. ദ്രൗപദി എന്താണ്? ആ ഒരു സിംഗിൾ ഗാർമെന്റ്, ഒരു സിംഗിൾ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ദ്രൗപദി ആ ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്നത്. ആൻഡ് ഹെർ ക്ലോത്ത് ഈസ് വെറ്റ് വിത്ത് ബ്ലഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദ്രൗപദിയുടെ മെൻസ്ട്രേഷൻ ടൈം ആയിരുന്നു അത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ദുശാസനൻ എന്ത് ചെയ്യുന്നത്? ദ്രൗപദിയെ മോളസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ ദ്രൗപദി ഹെർ ക്ലോത്ത് വെറ്റ് വിത്ത് ബ്ലഡ്, ആ ഒരു സോൾ ഗാർമെന്റ് ആണ്, ഉടുത്ത വസ്ത്രത്താലാണ് ദ്രൗപദി കൊട്ടാരം വിട്ട് വനവാസത്തിന് പോകുന്നത്. ആൻഡ് ഹെർ ഗാർമെന്റ് ഈസ് വെറ്റ് വിത്ത് ബ്ലഡ്. അവളുടെ ഡ്രസ്സിൽ എന്താണ്? ആ ഒരു ബ്ലഡ്, മെൻസ്ട്രേഷൻ ബ്ലഡ് കൊണ്ട് വെറ്റാണ്, നനഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഷി കേഴ്സസ്, ഇറ്റ് ഈസ് മെന്റ് ഫോർ ദ വിമൻ ഓഫ് കൗരവാസ്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ദ്രൗപദി കേഴ്സ് ചെയ്യുന്നുണ്ട്. കൗരവാസിനെ ഉഗ്രമായി ശപിച്ചിട്ടാണ് ദ്രൗപദി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്താണ് കേഴ്സ്? എന്താണ്? Wives will have their husbands dead, their sons dead, their kinsmen and friends dead. അതായത് കൗരവാസിലെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടും, അവരുടെ പുത്രന്മാരെ നഷ്ടപ്പെടും, അവരുടെ മറ്റ് രക്തബന്ധങ്ങളെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവർക്ക് പുരുഷന്മാരായിട്ടുള്ള എല്ലാവരും കൗരവരായിട്ടുള്ള സ്ത്രീകൾക്ക് നഷ്ടപ്പെടും എന്ന് ഉഗ്രമായി ശപിച്ചുകൊണ്ടാണ് ദ്രൗപദി എന്ത് ചെയ്യുന്നത്? കാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ നോക്കാം, ഇറ്റ്സ് മെന്റ് ഫോർ ദ വിമൻ ഓഫ് കൗരവാസ്. അപ്പോൾ ആ ഒരു ദ്രൗപദിയുടെ ശാപം, കേഴ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഫോർ ദ വിമൻ ഓഫ് കൗരവാസ്. അതായത് കൗരവരിലെ സ്ത്രീകളെയാണ് ആര് ശപിക്കുന്നത്? ദ്രൗപദി ശപിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ശാപം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് അവരുടെ ഭർത്താക്കന്മാരെയും അതുപോലെ തന്നെ മക്കളെയും മറ്റുള്ള ബന്ധുമിത്രാദികളെ മുഴുവനും നഷ്ടപ്പെടുക, യുദ്ധത്തിൽ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ശാപമായിട്ട് വരുന്നത്. അപ്പൊ അത് തന്നെയാണ് ദ്രൗപദി എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൗരവ വിമൻസിനെ ശപിക്കുന്നത്. It is the suffering of women in battle. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു യുദ്ധം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ആ രാജ്യത്തെ സ്ത്രീകളായിരിക്കും. കാരണം സ്ത്രീകൾക്കാണ് അവിടെ നഷ്ടപ്പെടലുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു യുദ്ധത്തിൽ ഒരു സൈനികൻ മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കാണ് അതിന്റെ വേദന അല്ലെങ്കിൽ ആ ഒരു നഷ്ടമുള്ളത്. അപ്പോൾ ഇവിടെ സഫറിംഗ് ഓഫ് വിമൻ ഇൻ ബാറ്റിൽ, ഒരു യുദ്ധമുണ്ടായാൽ സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ, അതിനെ കുറിച്ചിട്ടാണ് വ്യാസൻ ഇവിടെ പറയുന്നത്. ദ്രൗപദിയുടെ ശാപത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? The loss of women in the battle, suffering of women in battle. സ്ത്രീകൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകുന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു യുദ്ധം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടവരാണ് സ്ത്രീകളാണ്. കാരണം അവരുടെ ഭർത്താക്കന്മാരും മക്കളും ഒക്കെയാണ് ആ യുദ്ധത്തിൽ മരിക്കുന്നത്. then നോക്കുക, ബ്ലഡ് സ്റ്റെയിൻഡ് ക്ലോത്ത്സ്. ഇവിടെ ദ്രൗപദിയുടെ ബ്ലഡ് സ്റ്റെയിൻഡ് ക്ലോത്ത്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ മെൻസ്ട്രേഷൻ ടൈം ആണ്, അതുകൊണ്ട് ദ്രൗപദിയുടെ ക്ലോത്ത്സ് എന്താണ്? ദേ വർ ബ്ലഡ് സ്റ്റെയിൻഡ്, ബ്ലഡിൽ വെറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. അത് സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? It is symbolic of the blood that will be smeared on the clothes of the Kaurava women when the Pandavas returned from exile. അതായത് ദ്രൗപദിയുടെ ഡ്രസ്സാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്? വെറ്റായിട്ടുള്ളത്, ബ്ലഡിൽ വെറ്റായിട്ടുള്ളത് ഇന്ന് ദ്രൗപദിക്കാണെങ്കിൽ നാളെ, അതായത് 13 വർഷങ്ങൾക്ക് ശേഷം പാണ്ഡവാസ് എക്സൈലിൽ നിന്നും റിട്ടേൺ ചെയ്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താണ്? കൗരവ സ്ത്രീകൾക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക. കൗരവ സ്ത്രീകൾക്ക് ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സ് എന്തായിരിക്കും? ബ്ലഡിൽ വെറ്റായി മാറും എന്ന് ദ്രൗപദി പറയുന്നുണ്ട്. കാരണം അവിടെ ബ്ലഡിൽ വെറ്റാവുക എന്ന് പറയുന്നത് രക്തത്തിൽ കുളിച്ച്, കൗരവ സ്ത്രീകളുടെ ഡ്രസ്സ് രക്തത്തിൽ കുളിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് അവരുടെ കുടുംബത്തിലെ പുരുഷന്മാരെ മുഴുവൻ നഷ്ടപ്പെടും. അത് പാണ്ഡവാസ് അവരുടെ കുടുംബത്തിലെ പുരുഷന്മാരെ മുഴുവൻ വധിക്കും എന്നുള്ള ഒരു
വാണിംഗ് ആണ് ദ്രൗപദി ഇവിടെ നൽകുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത് ജസ്റ്റേഴ്സ്, പാണ്ഡവാസ് ആ ഒരു എക്സൈലിന് പോകുമ്പോൾ ഉണ്ടായിരിക്കുന്ന ജസ്റ്റേഴ്സ്. ഇത് വിതുര ധൃതരാഷ്ട്രരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ദ്രൗപദീസ് കേഴ്സ്, ദ്രൗപദിയുടെ കേഴ്സാണ്. നോക്കുക, വിമൻ ബീയിങ് ഇൻ ദെയർ കോഴ്സസ് ആൻഡ് ഓഫറിങ് വാട്ടർ ടു ദ ഡെഡ്. അപ്പോൾ ഇവിടെ ദ്രൗപദി പറയുന്നത് വിമൻ ബീയിങ് ഇൻ ദെയർ കോഴ്സസ്, ഇവിടെ ബീയിങ് ഇൻ ദെയർ കോഴ്സസ് എന്ന് പറയുന്നത് ദെയർ ഫെർട്ടിലിറ്റി പീരീഡാണ്. അതായത് എന്താണ് ഫെർട്ടിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പൂബർട്ടിക്ക് ശേഷം വരുന്ന കാലഘട്ടമാണ്. അതായത് ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ. ഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ്റെയും ടൈമിനെയാണ് എന്ത് പറയുന്നത് ഇവിടെ ഡ്യൂറിങ് ദെയർ കോഴ്സസ് എന്ന് ദ്രൗപദി വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നതും ഈ ഒരു പീരീഡ് ഓഫ് കോഴ്സസ് ആണ്. പക്ഷേ ആ ഒരു സമയത്ത് ഈ സ്ത്രീകൾക്ക്, കൗരവരായിട്ടുള്ള സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓഫറിങ് വാട്ടർ ടു ദ ഡെഡ്. ആ ഒരു അത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 13 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഗിവിങ് വാട്ടർ ടു ദ ഡെഡ്. അവർ മരിച്ചവർക്ക് വെള്ളം കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കും എന്ന് ദ്രൗപദി കേഴ്സ് ചെയ്യാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ എന്താണ് ഭർത്താക്കന്മാരും മക്കളും ഒക്കെ മരിച്ചു പോകും എന്ന് ദ്രൗപദി ശപിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ഫെർട്ടിലിറ്റി ടൈമിൽ തന്നെ ഈ സ്ത്രീകൾക്ക് അത്തരത്തിലുള്ളൊരു ദുരവസ്ഥ, അതായത് മരിച്ചു പോയവർക്ക് വെള്ളം കൊടുക്കേണ്ട ഒരു അവസ്ഥ എന്താണ് ഈ ഒരു കൗരവരായിട്ടുള്ള സ്ത്രീകൾക്ക് വന്നു ചേരും എന്ന് ഉഗ്രമായിട്ട് ദ്രൗപദി ശപിക്കുന്നുണ്ട്. ദെൻ women in such a time be offering prayers to the dead. അത് തന്നെയാണ് എന്താണ് ആ ഒരു പീരീഡിൽ, ആ ഒരു ഫെർട്ടിലിറ്റി ടൈമിൽ തന്നെ സ്ത്രീകൾക്ക് എന്തിന് ചെയ്യേണ്ടി വരും? ആ ഒരു മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രേയേഴ്സ് നൽകേണ്ടി വരും. ഇതാണ് ദ്രൗപദിയുടെ കേഴ്സായിട്ട് ഈ ഒരു പോർഷനിൽ പറയുന്നത്. ഇനി നോക്കുക, ദ പോപ്പുലേസ് ഓഫ് ദി ടൗൺ ഈസ് ഓൺ ദ സൈഡ് ഓഫ് ദ പാണ്ഡവാസ്. അപ്പോൾ പാണ്ഡവർക്കാണ് അവിടെ ജനങ്ങളുടെ പിന്തുണയുള്ളത്. പോപ്പുലേസ് ഉള്ളത് ആർക്കാണ്? ജനപിന്തുണയുള്ളത് പാണ്ഡവർക്കാണ്. അപ്പോൾ അവിടെ പാണ്ഡവരെ ഇവിടെ നിന്നും എക്സൈൽ ചെയ്യുമ്പോൾ, നാട് കടത്തുമ്പോൾ അവിടെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം അവർ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ്? പാണ്ഡവാസിനെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് നാച്ചർ, അതുപോലെ തന്നെ ആ സമയത്ത് പ്രകൃതിയിലും ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റിംഗ് ഫ്ലാഷ്ഡ് ഇൻ ദ ക്ലൗഡ്ലെസ് സ്കൈ. അതായത് മേഘങ്ങളില്ലാത്ത, കാർമേഘങ്ങളില്ലാത്ത ഒരു ആകാശത്ത് മിന്നൽ പിണരുകൾ ആളുകൾ കാണുന്നുണ്ട്. ആൻഡ് ദ എർത്ത് ട്രംബിൾഡ്. ആ ഒരു ലൈറ്റിങ്ങിൽ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി വിറയ്ക്കുന്നുണ്ട്. ആൻഡ് രാഹു swallowed the sun, no eclipse was due. ഒരു ഗ്രഹണമൊന്നും ഇല്ലാത്ത സമയത്ത് പോലും എന്താണ്? രാഹു സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? വിഴുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ദ നാച്ചുറൽ കലാമിറ്റി ദാറ്റ് ഈസ് ഗോയിങ് ടു ഫേസ് ബൈ ദ കൗരവാസ്. കൗരവാസ് ഫേസ് ചെയ്യാൻ പോകുന്ന നാച്ചുറൽ കലാമിറ്റി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വംശം തന്നെ ഇല്ലാതാവും എന്ന് എന്ത് ചെയ്യാണ്? നാച്ചുറും കൂടെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇറ്റ് ഷോസ് ദാറ്റ് ദ നാച്ചർ ടു റിബൽസ് അഗെയിൻസ്റ്റ് ദിസ് ആക്ട്. പ്രകൃതി പോലും എന്താണ്? ഇതിനെതിരെ റിബൽ ചെയ്യുന്നുണ്ട്, ഇതിന് എതിരാണ്, ഈ ഒരു പാണ്ഡവാസിന് എക്സൈലിന് എതിരാണ് നാച്ചർ പോലും എന്നാണ് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് നോക്കാം. ദ ടെംപ്റ്റേഷൻ ഓഫ് കർണ. കർണനെ പ്രലോഭിപ്പിക്കുകയാണ്. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രലോഭനം. ഇവിടെ കർണനെ ടെംപ്റ്റ് ചെയ്യുന്നത് ആരാണ്? കൃഷ്ണനാണ്. അപ്പം നോക്കാം, കൃഷ്ണ റിവീൽസ് ദാറ്റ് കർണ വാസ് ബോൺ ടു കുന്തി ബിഫോർ ഹെർ മാരേജ് വിത്ത് പാണ്ഡു. അപ്പോൾ അതുവരെ കർണന് ഒരു കാര്യം അറിയില്ല, അയാളുടെ റിയൽ പാരൻസ് ആരാണ് എന്ന് കർണന് അറിയില്ല. അപ്പോൾ മഹാഭാരത യുദ്ധത്തിന് മുന്നേ കർണനെ ആ ഒരു സത്യം റിവീൽ ചെയ്യുന്നത് ആരാണ്? കൃഷ്ണനാണ്. അതായത് കുന്തി ദേവിക്ക് പാണ്ഡവരുടെ അമ്മയായിട്ടുള്ള അർജുനൻ, എന്താണ് യുധിഷ്ഠിര, ഭീമ, അർജുന, നകുല ആൻഡ് സഹദേവ, ഈ 5 പേരുടെ അമ്മയായിട്ടുള്ള കുന്തി ദേവി. അപ്പോൾ അവരുടെ വിവാഹത്തിന് മുന്നേ അവർക്ക് ഉണ്ടായിട്ടുള്ള പുത്രനാണ് കർണൻ. അപ്പോൾ ഇതുവരെ ഈ സത്യം ആർക്കറിയണ്ടായിരുന്നില്ല? കർണന് അറിയണ്ടായിരുന്നില്ല.
അപ്പോൾ ആ ഒരു സത്യം കർണനോട് പറയുന്നത് ആരാണ്? കൃഷ്ണനാണ്. ദെൻ കൃഷ്ണ ടെംപ്റ്റ്സ് കർണ. എന്നിട്ട് അത് പറഞ്ഞ് ആ ഒരു സത്യം റിവീൽ ചെയ്തുകൊണ്ട് കൃഷ്ണൻ എന്താണ്? കർണനെ ടെംപ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് നീ പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനാണ്. ഇവിടെ അർജുനന്റെയും യുധിഷ്ഠിരന്റെയൊക്കെ ജ്യേഷ്ഠനായിട്ടാണ് ആര് വരുന്നത്? കർണൻ വരുന്നത്. അപ്പൊ നോക്കുക എന്തൊക്കെ പറഞ്ഞാണ് കൃഷ്ണൻ കർണനെ ടെംപ്റ്റ് ചെയ്യുന്നത്. കർണ വിൽ ബിക്കം ദ കിങ്. അതായത് കർണൻ ദുര്യോധനന്റെ സൈഡിൽ നിന്നും പാണ്ഡവരുടെ സൈഡിലേക്ക് മാറിയാൽ, അതായത് ഒരു കൂറുമാറ്റം അല്ലെ, ആ ഒരു ഭാഗത്ത് നിന്ന്, ആ ഒരു സഖ്യത്തിൽ നിന്നും ഇപ്പുറത്തേക്ക് കർണൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഹി വിൽ ബിക്കം ദ കിങ്. ഇവിടെ യുധിഷ്ഠിരന്റെ സ്ഥാനത്ത് ആരായിട്ട് മാറും? കർണനായിട്ട് മാറും. കാരണം യുധിഷ്ഠിരനേക്കാൾ മുന്നേ ജനിച്ചിട്ടുള്ളത് കർണനാണ്. അപ്പോൾ കുന്തി ദേവി അവരുടെ വിവാഹത്തിന് മുന്നേ സൂര്യഭഗവാനില് ജനിച്ചിട്ടുള്ള പുത്രനാണ് ആര്? കർണൻ. അപ്പൊ അവിടെ യുധിഷ്ഠിരനേക്കാൾ ജ്യേഷ്ഠനാണ് ആര്? കർണൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും കിങ് എന്ന് പറയുന്നത്? കർണനായിരിക്കും. ദെൻ ദ പാണ്ഡവാസ് വിൽ റെക്കഗ്നൈസ് ഹിം ആസ് ദ എൽഡസ്റ്റ് ബ്രദർ. ആ പഞ്ചപാണ്ഡവന്മാർ 5 പേരെന്താണ്? അവരുടെ എൽഡർ ബ്രദറായിട്ട് ആരെ സ്വീകരിക്കും? കർണനെ സ്വീകരിക്കും. എവ്രിവൺ വിൽ ബോ ഡൗൺ ടു ഹിം. എല്ലാവരും, ഇതുവരെ കർണനെ പരിഹസിച്ചിരുന്ന എല്ലാവരും എന്താണ്? അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കും. അദ്ദേഹം രാജാവായി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കും. പിന്നെ എന്താണ്? ഹി വിൽ ബി ഏബിൾ ടു അപ്രോച്ച് ദ്രൗപദി വിത്ത് ഹെർ ഓൺ വില്ലിങ്നെസ്. അതുപോലെ തന്നെ 6th ടേണിൽ ദ്രൗപദി എന്താണ്? ഓരോ വർഷം ഓരോരുത്തരാണ് ഭർത്താക്കന്മാരായിട്ട് വരുന്നത്. യുധിഷ്ഠിരന് ശേഷം ഭീമൻ, ഭീമന് ശേഷം അർജുനൻ, അർജുനന് ശേഷം നകുലൻ, നകുലന് ശേഷം സഹദേവൻ. വീണ്ടും ആരാ വരുന്നത്? യുധിഷ്ഠിരനാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇവരുടെ ബ്രദർ തന്നെയാണ് ആര്? കർണൻ. അപ്പോൾ ആ ഒരു 6th ടേണിൽ ഇയാൾക്ക് എന്തിന് ഉള്ള അവകാശമുണ്ട്? ദ്രൗപദിയുടെ ഭർത്താവായിരിക്കാനുള്ള അവകാശം കർണനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ ആരെ ടെംപ്റ്റ് ചെയ്യുന്നത്? കർണനെ ടെംപ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഹി വിൽ ബിക്കം ദ കിങ്. നിങ്ങൾ എന്താണ്? ആ പാണ്ഡവരുടെ കിങ് ആയിട്ട് മാറും. പാണ്ഡവാസ് വിൽ റെക്കഗ്നൈസ് യു ആസ് ദ എൽഡർ ബ്രദർ. പാണ്ഡവാസിന്റെ എൽഡർ ബ്രദർ ആയിട്ട് അവർ നിന്നെ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ എന്താണ്? എവ്രിവൺ വിൽ ബോ ഡൗൺ ബിഫോർ യു. നിന്നെ ഇതുവരെ പരിഹസിച്ചിരുന്നവർ മുഴുവൻ എന്താണ്? നിന്റെ ക്ഷത്രിയ ലിനേജ്. ഇതുവരെ കർണൻ എന്താണ്? സൂതപുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ശൂദ്രവംശത്തിൽ നിന്നും വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? കർണ ഈസ് റിയൽ ക്ഷത്രിയ ലിനേജ്. കർണന് ഒരു റിയൽ ആയിട്ടുള്ള ക്ഷത്രിയ ലിനേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിന്നെ പരിഹസിച്ചിരുന്നവർ മുഴുവൻ എന്താണ്? ദേ വിൽ ബോ ബിഫോർ യു. അവരെല്ലാം നിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കും. ആൻഡ് യു ക്യാൻ അപ്രോച്ച് ദ്രൗപദി വിത്ത് ഹെർ ഓൺ വില്ലിങ്നെസ്. ദ്രൗപദിയുടെ സമ്മതത്തോടു കൂടിയിട്ട് അവളെ സമീപിക്കാൻ നിനക്ക് സാധിക്കും എന്നൊക്കെ കൃഷ്ണൻ ആരെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്? കർണനെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് വാസ് എ മോമെന്റ് ഓഫ് ഗ്രേറ്റ് ടെസ്റ്റിംഗ് ഫോർ കർണ. അത് കർണനെ സംബന്ധിച്ച് വലിയൊരു എന്താണ്? ടെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നു. അതൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ടൈമാണ്. നോക്കുക, ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഓൾ ഹിസ് ലൈഫ് ടു ലേ ക്ലെയിം ടു ഹിസ് ക്ഷത്രിയ ലിനേജ്. അപ്പോൾ ഇത്രയും കാലം കർണൻ എന്താണ്? ഹി വാസ് വെയിറ്റിംഗ് ഫോർ എ ക്ഷത്രിയ ലിനേജ്. അദ്ദേഹത്തിന് ഒരു ക്ഷത്രിയ ലിനേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം. അതായത് സൂതപുത്രൻ, അതായത് യു ആർ എ സൺ ഓഫ് എ സൂത എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ള, അർജുനനെ പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള, കറേജസ് ആയിട്ടുള്ള ആളാണ് കർണൻ. പക്ഷേ ഇവിടെ എന്താണ്? കർണനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാസ്റ്റിൻ്റെ പേരിൽ എന്താണ്? സൂത എന്ന് പറയുന്ന ആ ഒരു കാസ്റ്റിൻ്റെ പേരിൽ എല്ലാവരും ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ കർണൻ എന്താണ്? ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിസ് ക്ഷത്രിയ ലിനേജ്. അദ്ദേഹം ഒരു ക്ഷത്രിയ ലിനേജിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് കൃഷ്ണൻ എന്ത് പറയുന്നത്? നീ യു ആർ റിയലി ക്ഷത്രിയ, നീ ശരിക്കും എന്താണ്? ക്ഷത്രിയനാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് കൺഫ്യൂഷൻ ഫോർ കർണ. ആ ഒരു സമയം എന്താണ്? കർണന് ഒരു പീരീഡ് ഓഫ് കൺഫ്യൂഷൻ ആണ്. ദെൻ കൃഷ്ണ എക്സ്പ്ലോയിറ്റ്സ് കർണാസ് ഹേറ്റ്രഡ് ഫോർ അർജുന. അർജുന ഷാൽ ഡ്രൈവ് ദ ചാരിയറ്റ് ഫോർ കർണ. ഇവിടെ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? ഇവിടെ കർണന് അർജുനനോടുള്ള ആ ഒരു ഹേറ്റ്രഡ്, ആ ഒരു വെറുപ്പ് പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
കർണന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കർണൻ മനസ്സിൽ വിചാരിക്കുന്നത് ആരെയാണ്? അർജുനനെയാണ്. കാരണം ഈക്വൽ പവേഴ്സ് ആണ്, കർണനും അർജുനനും ഈക്വൽ പവേഴ്സ് ആണ്. പക്ഷേ അർജുനൻ എന്താണ്, ആ ഒരു ക്ഷത്രിയനായതുകൊണ്ട് മാത്രം എല്ലാവരാലും ആക്സെപ്റ്റബിൾ ആയി എന്നതാണ് കർണൻ പറയുന്നത്. അപ്പോൾ ഇവിടെ കർണന്റെ ഏറ്റവും വലിയ എനിമയായിട്ടുള്ള അർജുനൻ, ഹി വിൽ ഡ്രൈവ് ദ ചാരിയറ്റ് ഫോർ യു. ഇവിടെ ഏറ്റവും വലിയൊരു വാഗ്ദാനം കൃഷ്ണൻ നൽകുന്നത് എന്താണ്? അർജുന വിൽ ഡ്രൈവ് ദ ചാരിയറ്റ് ഫോർ യു. നിനക്ക് വേണ്ടി ആ ഒരു യുദ്ധഭൂമിയിൽ എന്താണ്, അർജുനൻ രഥത്തിന്റെ തേരാളിയാകും. അത്തരത്തിലുള്ള ഒരു വാഗ്ദാനം കൂടെ ആര് നൽകുന്നുണ്ട്? കൃഷ്ണൻ കർണന് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? കർണനെ ടെംപ്റ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് ക്ഷത്രിയ ലിനേജ് ആണ്. രണ്ടാമത്തത് എന്താണ്? അർജുൻ ഷാൽ ഡ്രൈവ് ദ ചാരിയറ്റ് ഫോർ യു. അർജുൻ നിനക്ക് വേണ്ടി യുദ്ധഭൂമിയിൽ എന്താകും? നിന്റെ തേരാളിയാകും എന്ന്. അതായത് എന്താണ്, ആ ഒരു അർജുൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് എന്താണ്, കർണന്റെ തേരാളിയിലേക്കുള്ള ആ ഒരു എന്താ താഴ്ത്തുക, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ കർണാസ് റെസ്പോൺസ്. ഇതിന് കർണന്റെ റെസ്പോൺസ് എന്താ നോക്കാം. കുന്തി അബാൻഡൻഡ് കർണ. അപ്പൊ കർണൻ പറയുന്നത് എന്താണ്? എൻ്റെ റിയൽ മദർ ആയിട്ടുള്ള ബയോളജിക്കൽ മദർ ആരാണ്? കുന്തി ദേവിയാണ്. അപ്പോൾ കുന്തി അബാൻഡൻഡ് കർണ. കുന്തി എന്ത് ചെയ്തു? എന്നെ അബാൻഡൻ ചെയ്തു. ഞാൻ ജനിച്ചതോട് കൂടിയിട്ട് കുന്തി എന്നെ ഉപേക്ഷിച്ചു. ആൻഡ് ഐ ബിക്കെയിം ദ ഇല്ലെജിറ്റിമേറ്റ് സൺ. ഞാൻ അവരുടെ എന്താണ്, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു മകനായിട്ട് മാറി. ദെൻ അധിരഥ ദ സൂത ക്യാരിഡ് ഹിം ഹോം. അവിടെ അബാൻഡൻഡ് ആയിട്ടുള്ള കർണ, കുന്തി ഉപേക്ഷിച്ച കർണനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ആരാണ്? അധിരഥ എന്ന് പറയുന്ന സൂതനാണ്. ഇവിടെ അധിരഥയാണ് എന്താണ്, കർണന്റെ ഫാദർ ആയിട്ട് വരുന്നത്. ബയോളജിക്കൽ ഫാദർ ആരാണ്? ഗോഡസ് സൺ ആണ്, സൂര്യനാണ് ഇവിടെ കർണന്റെ ബയോളജിക്കൽ ഫാദർ. പക്ഷേ ഇവിടെ ഫോസ്റ്റർ ഫാദേഴ്സ് ആണ്. കർണനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നത് ആരാണ്? അധിരഥ എന്ന് പറയുന്ന സൂതനാണ്. ആൻഡ് ഹി ക്യാരിഡ് കർണ ടു ഹിസ് ഹോം. അദ്ദേഹം കുന്തി അബാൻഡൻ ചെയ്ത കർണനെ അധിരഥ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹിസ് വൈഫ് രാധ ആക്സെപ്റ്റഡ് ഹിം വിത്ത് ലവ്. അധിരഥന്റെ വൈഫാണ് രാധ. അവിടെ രാധ എന്താണ്? ഷി ആക്സെപ്റ്റഡ് ഹിം വിത്ത് ലവ്. കർണനെ സ്നേഹത്തോടു കൂടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ് രാധ ചെയ്യുന്നത്. ദെൻ ദർ ഇസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ കുന്തി ആൻഡ് രാധ. ഇവിടെ നമുക്ക് രണ്ട് മദേഴ്സ്, കുന്തിയുമുണ്ട് രാധയുമുണ്ട്. അപ്പോൾ കുന്തി എന്താണ്? ഷീ ഈസ് ദ ബയോളജിക്കൽ മദർ ഓഫ് കർണ ആൻഡ് രാധ ഈസ് ദ ഫോസ്റ്റർ മദർ ഓഫ് കർണ. ഈ രണ്ട് മദേഴ്സിലെ മദർ ക്വാളിറ്റിയിൽ വരുന്ന എന്താണ്, കോൺട്രാസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. കാരണം കുന്തി എന്താണ്, ബയോളജിക്കൽ മദർ ആയിട്ട് പോലും കുന്തി എന്ത് ചെയ്തു? ഷീ അബാൻഡൻഡ് കർണ. അവരെ കർണനെ അബാൻഡൻ ചെയ്തു. രാധയാണെങ്കിലോ അവര് സ്നേഹത്തോടു കൂടിയിട്ട് കർണനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദസ് വി ക്യാൻ സീ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ കുന്തി ആൻഡ് രാധ. ദെൻ നോക്കാം, ഹിസ് ഫോസ്റ്റർ പാരൻസ് ഗാവ് ഹിം എ സുധ ഐഡന്റിറ്റി വെൻ ഹി ഹാഡ് നൺ. ഇവിടെ അധിരഥ കർണൻ എന്താണ്, ഹി ഗാവ് ഹിം സുധ ഐഡന്റിറ്റി, ഒരു ഐഡന്റിറ്റി നൽകാണ്. അതുവരെ കർണന് യാതൊരു ഐഡന്റിറ്റിയും ഉണ്ടായിരുന്നില്ല. ഹി വാസ് അബാൻഡൻഡ്, ടോട്ടലി അബാൻഡൻഡ്. സോ ഹി ഹാഡ് നത്തിങ് ആസ് ആൻ ഐഡന്റിറ്റി. അതുവരെ കർണന് ഒരു ഐഡന്റിറ്റിയും ഉണ്ടായിരുന്നില്ല. അവിടെ അധിരഥനും അതുപോലെ തന്നെ രാധയുമാണ് എന്ത് നൽകുന്നത്? ഒരു സുധ ഐഡന്റിറ്റി. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും സൂത എന്ന് പറയുന്ന ആ ഒരു വംശത്തിന്റെ ഐഡന്റിറ്റി കർണന് നൽകുന്നത്. ദെൻ if he choose ക്ഷത്രിയ ഐഡന്റിറ്റി it would be an act of betrayal. എന്നിട്ട് കർണൻ പറയുന്നത് എന്താണ്? if I choose the ക്ഷത്രിയ ഐഡന്റിറ്റി. ഇപ്പോൾ കർണന്റെ ക്ഷത്രിയ ഐഡന്റിറ്റി അവിടെ റിവീൽ ആയിട്ടുണ്ട്. ഈ സമയം ഞാൻ ആ ഒരു ക്ഷത്രിയ ഐഡന്റിറ്റി ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് വുഡ് ബി ആൻ ആക്ട് ഓഫ് ബിട്രയൽ. അത് വലിയ ഒരു വഞ്ചനയായിരിക്കും. അതായത് ഞാൻ ഇതുവരെ വളർന്നിട്ടുള്ള, ജനിച്ചതിന് ശേഷം ഇതുവരെ വളർന്നിട്ടുള്ള എൻ്റെ ആ ഒരു കാസ്റ്റിനോടും എൻ്റെ ആളുകളോടും എൻ്റെ ഫോസ്റ്റർ പാരൻസിനോടും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബിട്രയൽ ആയിരിക്കും ഈ ഒരു ഐഡൻറ്റിറ്റി ചേഞ്ച് എന്നാണ് കർണൻ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടെംപ്റ്റേഷൻ. അതായത് ഇതാണ് ടെംപ്റ്റേഷൻ. ഇതിൽ കർണൻ്റെ റെസ്പോൺസ് ആണ് ഇതിൽ പറയുന്നത്. കർണ ഗോസ് ഓൺ റേഷണലൈസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദുര്യോധന. ഇവിടെ കർണൻ
എന്താണ് കൃഷ്ണൻ്റെ ആ ഒരു ടെംപ്റ്റേഷനുള്ള റെസ്പോൺസ് ആണ് പറയുന്നത്. ഇനി കർണൻ പറയുന്നത് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദുര്യോധന. ഇതുവരെ ആ ഒരു ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ്, കൃഷ്ണൻ്റെ പ്രോമിസ് കർണൻ റെഫ്യൂസ് ചെയ്യുന്നതിന് കാരണം കർണൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹിസ് ഒബ്ലിഗേഷൻസ് ടുവാർഡ്സ് ഹിസ് ഫോസ്റ്റർ പാരൻസ്, അധിരഥനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രാധയോടുമുള്ള ഒബ്ലിഗേഷൻസ് കാരണം ആണ് കർണൻ എന്ത് ചെയ്യുന്നത്? ഒരു കാരണമായിട്ട് പറയുന്നത്, ആ ഒരു പ്രോമിസ് സ്വീകരിക്കുന്നില്ല എന്ന് കർണൻ പറയുന്ന കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദുര്യോധന. ദുര്യോധനനുമായിട്ടുള്ള തൻ്റെ റിലേഷൻഷിപ്പാണ് മറ്റൊരു കാരണമായിട്ട് കർണൻ പറയുന്നത്. അപ്പോൾ ഫോർ 13 years 13 വർഷക്കാലം എന്താണ് കർണന് ദുര്യോധനനുമായിട്ട് നല്ല ഒരു ബന്ധമാണ് ഉള്ളത്. അവിടെ ധൃതരാഷ്ട്രരുടെ പാലസിൽ അത്രയും വലിയ ഒരു പൊസിഷൻ ആർക്കുണ്ടായിരുന്നു? കർണന് ഉണ്ടായിരുന്നു. ദെൻ Duryodhana has raised arms and prepared for war with the Pandavas because he relies on me. ഇവിടെ കർണൻ പറയുന്നത് ദുര്യോധനൻ പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? എന്നിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ ദുര്യോധനൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ദുര്യോധനൻ എന്തിന് പുറപ്പെടുന്നത്? പാണ്ഡവരുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നത്. കർണ റിജക്ട്സ് കൃഷ്ണാസ് പ്രപ്പോസൽ. ഇത് പറഞ്ഞുകൊണ്ടാണ് കർണൻ എന്ത് ചെയ്യുന്നത്? കൃഷ്ണൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കർണനും അതുപോലെ തന്നെ ദുര്യോധനനും തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു റിലേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കാം, his debt he carries towards his foster parents and his debt he carries towards his ദുര്യോധന. ഇവിടെ രണ്ട് കാരണങ്ങൾ, കൃഷ്ണ നൽകിയിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ, അത്രയും നല്ല ഒരു പ്രോമിസിങ് ലൈഫ് കർണൻ സാക്രിഫൈസ് ചെയ്യാൻ, റിജക്റ്റ് ചെയ്യാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? ഹിസ് ഡെപ്റ്റ് ടുവാർഡ്സ് ഹിസ് ഫോസ്റ്റർ പാരൻസ്, അദ്ദേഹത്തിൻ്റെ ഫോസ്റ്റർ പാരൻസിനോട്, അധിരഥനോടും രാധയോടുമുള്ള ആ ഒരു ഒബ്ലിഗേഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ബെനഫക്റ്റർ ആയിട്ടുള്ള ദുര്യോധനനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെപ്റ്റ്. ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കർണൻ ഈ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നത്. ദെൻ നോക്കാം, നത്തിങ് ക്യാൻ മേക്ക് മീ എ ട്രൈറ്റർ ടു മൈ വേർഡ്. ഇവിടെ കർണൻ പറയുന്ന അത്രയും മഹത്തായിട്ടുള്ള ഒരു വാക്കുണ്ട്. അതായത് ഭൂമിയിലെ എല്ലാ സ്വത്തുക്കളും കൊണ്ടുവന്ന് തന്നാലും എന്താണ്? നത്തിങ് ക്യാൻ മേക്ക് മീ എ ട്രൈറ്റർ ടു മൈ വേർഡ്. എൻ്റെ വാക്കിനെ ഞാൻ വഞ്ചിക്കില്ല എന്നുള്ളത്. എന്ത് തന്നെ സ്വത്തുക്കളും എന്ത് പ്രോമിസ് തന്നാലും എൻ്റെ വാക്കിനെ ഞാൻ വഞ്ചിക്കില്ല. അതായത് ഞാൻ ദുര്യോധനന് കൊടുത്തിട്ടുള്ള ഒരു വാക്കുണ്ട്, എൻ്റെ മരണം വരെ കൂടെ ഉണ്ടാകും എന്ന് ദുര്യോധനനോട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോമിസിനെ ട്രൈറ്റ് ചെയ്യാൻ, അതിനെ ചീറ്റ് ചെയ്യാൻ ഈ ലോകത്തെ എന്ത് തന്നെ കൊണ്ടുവന്നാലും എനിക്ക് സാധിക്കില്ല എന്ന് കർണൻ അവിടെ പറയുന്നുണ്ട്. ദെൻ ദുര്യോധന ഇസ് എ ഗ്രേറ്റ് ട്രീ, കർണ ഇസ് ദ ട്രങ്ക്. ഇവിടെ ദുര്യോധനനും കർണനും തമ്മിലുള്ള ആ ഒരു ഇൻസെപ്പറബിൾ ബോണ്ട് കാണിക്കുന്ന ഒരു സെന്റൻസ് ആണിത്. ദുര്യോധന ഇസ് എ ഗ്രേറ്റ് ട്രീ. ദുര്യോധനൻ ഒരു മരമാണെങ്കിൽ എന്താണ്? കർണ ഈസ് ഇറ്റ്സ് ട്രങ്ക്. അതിൻ്റെ ട്രങ്ക്, തായ്തടി ആരാണ്? കർണനാണ്. അപ്പോൾ കർണനില്ലാതെ ദുര്യോധനന് നിലനിൽപ്പില്ല, ദുര്യോധനനില്ലാതെ കർണനും നിലനിൽപ്പില്ല. ദാറ്റ് ഈസ് ദ ഇൻസെപ്പറബിൾ ബോണ്ട് ബിറ്റ്വീൻ കർണ ആൻഡ് ദുര്യോധന. അതുകൊണ്ടാണ് കർണൻ എന്ത് ചെയ്യാത്തത്? പാണ്ഡവരുമായിട്ട് ജോയിൻ ചെയ്യാത്തത്. ദുര്യോധനനെ ചതിക്കാൻ, അദ്ദേഹത്തിന് കൊടുത്ത വാക്കിന് ചീറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കില്ല? കർണന് സാധിക്കില്ല. ദെൻ Karna refuses to join the Pandavas. He sacrifices a life he has been dreaming. ഇവിടെ അത്രയും കാലം കർണൻ ഡ്രീം ചെയ്തിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ഒരു ലൈഫാണ് ഇപ്പോൾ മുന്നിലേക്ക് ഒരു പ്രോമിസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും എന്താണ്? കർണൻ ആ ഒരു പ്രോമിസിങ് ലൈഫ് ഒക്കെ എന്ത് ചെയ്യാണ്? സാക്രിഫൈസ് ചെയ്യാണ്. അദ്ദേഹത്തിന് ആ ഒരു ഫാമിലിയോടുള്ള, സുധ ഫാമിലിയോടുള്ള ആ ഒരു ഒബ്ലിഗേഷൻ, അതുപോലെ തന്നെ ദുര്യോധനനോടുള്ള ആ ഒരു ഡെപ്റ്റ്, ഈ ഒരു രണ്ട് കാരണങ്ങൾ കൊണ്ട് അത്രയും കാലം ഡ്രീം ചെയ്തിരുന്ന ആ ഒരു ലൈഫ് കർണൻ ഇവിടെ സാക്രിഫൈസ് ചെയ്യാണ്. കൃഷ്ണൻ്റെ ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യാണ്. നോക്കാം, ദെൻ കുന്തി ഓൾസോ ട്രൈസ് ടു പെർസ്വേഡ് കർണ, ഹി റിജക്ട്സ്. പിന്നീട് കൃഷ്ണന് ശേഷം കുന്തിയും എന്താണ്? കർണനോട് വന്ന് പെർസ്വേഡ് ചെയ്യുന്നുണ്ട്. അതായത് പാണ്ഡവരുടെ പക്ഷം ചേരാൻ കുന്തിയും എന്ത് ചെയ്യുന്നുണ്ട്? കർണനെ പെർസ്വേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കർണൻ എന്ത് ചെയ്യുന്നുണ്ട്? റിജക്റ്റ് ചെയ്യാണ്. കാരണം എനിക്ക് ആവശ്യമുള്ള സമയത്തൊന്നും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? എൻ്റെ അടുത്ത് വന്നിട്ടില്ല, എന്നെ സ്നേഹത്തോടു കൂടി ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്തൊക്കെ എന്നെ വളർത്തിയത് ആരാണ്? രാധ എന്ന് പറയുന്ന സൂത സ്ത്രീയാണ്.
അപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെ എന്താണ്, നിങ്ങളുടെ മറ്റു മക്കളോടുള്ള സ്നേഹം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു കാരണത്താലാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർണൻ ഈ ഒരു പ്രൊപ്പോസൽ, കുന്തിയുടെ പ്രൊപ്പോസലും റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് കർണൻ്റെ കൃഷ്ണൻ്റെ ടെംപ്റ്റേഷനും അതിനോടുള്ള കർണൻ്റെ റെസ്പോൺസും. Our next topic is class difference, the difference between Kshatriya and Shudra. നോക്കുക, കർണ ചാലഞ്ചസ് അർജുന ടു എ ഡ്യുവൽ. ഇവിടെ നമ്മൾ ക്ലാസ് ഡിഫറൻസ് കാണുന്ന സിറ്റുവേഷൻസ് ആണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ കർണ ചാലഞ്ചസ് അർജുന ടു എ ഡ്യുവൽ. ഇവിടെ അർജുനനെ കർണൻ എന്ത് ചെയ്യാണ്? ചാലഞ്ച് ചെയ്യാണ്, ഒരു ഡ്യുവൽ, അതായത് ഒരു യുദ്ധത്തിന് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ ടു പ്രൂവ് ഹി ഈസ് ഈക്വലി പവർഫുൾ ആസ് അർജുന. ഇവിടെ കർണന് എന്തുകൊണ്ടാണ് കർണൻ അർജുനനെ ചാലഞ്ച് ചെയ്യുന്നത്? ഹി വാണ്ടഡ് ടു പ്രൂവ് ദാറ്റ് ഹി ഈസ് ആസ് പവർഫുൾ ആസ് അർജുന. അർജുനനെ പോലെ തന്നെ താനും പവർഫുൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി, ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കർണൻ എന്ത് ചെയ്യുന്നത്? അർജുനനെ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കൃപർ എന്ന് പറയുന്നത് ഹി ഈസ് ദ ടീച്ചർ ഓഫ് പാണ്ഡവ ആൻഡ് കൗരവ പ്രിൻസസ്. പാണ്ഡവരുടെയും കൗരവരുടെയും ഭാഗത്തുള്ള രാജകുമാരന്മാരുടെ ടീച്ചറാണ് കൃപർ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഹി ആസ്ക്സ് കർണ ടു ഹോൾഡ് എ വിപ്പ് നോട്ട് എ സ്വോർഡ്. ഇവിടെ കൃപർ, അദ്ദേഹം ഒരു ടീച്ചറാണ്, പക്ഷെ അദ്ദേഹം കർണനോട് പറയുന്നത്, നിന്റെ ജാതിക്കനുസരിച്ച് ഒരു വിഴുപ്പാണ് പിടിക്കേണ്ടത്, അല്ലാതെ നീ ഒരു വാളല്ല പിടിക്കേണ്ടത്. അതായത് ഇവിടെ അത്രയും നീചമായിട്ടുള്ള ഭാഷയിൽ കർണനെ അദ്ദേഹം ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്. അതായത് കർണൻ എന്ന് പറയുന്നത് ഹീസ് ഫ്രം ദ ലോവർ കാസ്റ്റ്, അദ്ദേഹം ലോവർ കാസ്റ്റ് എന്ന് വരുന്ന ആളാണ്. അർജുനൻ എന്താണ്? അദ്ദേഹം ഹയർ കാസ്റ്റ് ആണ്, ക്ഷത്രിയയാണ്. അപ്പോൾ ക്ഷത്രിയന്മാർക്കാണ് ഒരു സ്വോർഡ്, ഒരു വാള് പിടിക്കാനുള്ള അവകാശമുള്ളൂ. നോട്ട് ഫോർ എ സൂത. ഒരു സൂതന് വാള് പിടിക്കാനുള്ള അവകാശമില്ല. യു ഹാവ് ടു ഹോൾഡ് എ വിപ്പ്. നീ അതിന് പകരം എന്താണ്? ഒരു വിപ്പ്, ഒരു വിഴുപ്പ് ഭാണ്ഡമാണ് നീ ചുമക്കേണ്ടത്. അത്തരത്തിലുള്ള ഹ്യൂമിലിയേഷൻസ് ആര് കേൾക്കുന്നുണ്ട്? ജീവിതത്തിലുടനീളം കർണൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ കർണൻ എന്താണ്? ഹീസ് ആക്ച്വലി വെരി പവർഫുൾ. കർണൻ എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളാണ്, അർജുനനെ പോലെ തന്നെ പവർഫുൾ ആണ്. ആൻഡ് ഹീസ് റിയലി ഹി ഹാസ് എ ക്ഷത്രിയ ലിനേജ്. സത്യത്തിൽ എന്താണ്? ക്ഷത്രിയ ലിനേജിൽ നിന്നും വരുന്ന ആളാണ്. അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം എന്തായിട്ട് മാറുന്നത്? ഒരു സൂതനായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ക്ലാസ് ഡിഫറൻസ്, ക്ഷത്രിയയും സൂതയും തമ്മിലുള്ള ക്ലാസ് ഡിഫറൻസ് ആണ്, അത് ആളുകളുടെ വീക്ഷണത്തിലാണ് പറയുന്നത്. ദെൻ നോക്കാം, കർണ ഈസ് നോട്ട് പ്രസന്റഡ് വിത്ത് എ മാരേജ് അലയൻസ് വിത്ത് എ ക്ഷത്രിയ. ഇവിടെ കർണൻ ഒരിക്കലും ഒരു ക്ഷത്രിയ സ്ത്രീയുമായിട്ട് മാരേജ് അലയൻസ് നടത്തിയിട്ടില്ല. കർണനുമില്ല, അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാരും, ഇവരെല്ലാവരും എന്താണ്? സൂത വംശത്തിൽ നിന്നാണ് മാരേജ് ചെയ്തിട്ടുള്ളത്. ദെൻ അതും എന്താണ്? ആ ഒരു ക്ലാസ് ഡിഫറൻസ് ആണ്. സൂതർക്ക് ഒരിക്കലും എന്താണ്? അവർ അത്രയും കേപ്പബിൾ ആണെങ്കിലും അത്രയും പവർഫുൾ ആണെങ്കിലും എന്താണ്? മറ്റൊരു ഉയർന്ന ജാതിയിൽ നിന്നും മാരേജ് അലയൻസിന് അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലാസ് ഡിഫറൻസ്, ആ ഒരു കാലഘട്ടത്തിലെ അത്രയും ഒരു ക്ലാസ് ഡിഫറൻസ്, ആ ഒരു ഹൈറാർക്കി ഓഫ് പവർ ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ നോക്കാം, at the time of the war, Shalya, king of Madra, refuses to become the charioteer for Karna, who is a Suda. ഇവിടെ മഹാഭാരത യുദ്ധ സമയത്ത് ശാല്യ എന്ന് പറയുന്നത് ഹി വാസ് ദ കിങ് ഓഫ് മാദ്ര രാജ്യത്തെ കിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തോട് കർണൻ്റെ തേരാളിയാവാൻ വേണ്ടിയിട്ട്, കർണൻ്റെ തേരാളി ചാരിയറ്റർ ആവാൻ വേണ്ടി പറയുന്നുണ്ട്. ബട്ട് ഹി റെഫ്യൂസസ്. അദ്ദേഹം റെഫ്യൂസ് ചെയ്യുന്നത് കാരണം എന്താണ്? കർണ ഇസ് എ സൂത. കർണൻ ഒരു സൂതനാണ്. അപ്പോൾ ഒരു സൂതനായിട്ടുള്ള ആളുടെ ചാരിയറ്റർ ആവാൻ ക്ഷത്രിയനായ എനിക്ക് സാധിക്കില്ല എന്നാണ് ആര് പറയുന്നത്? ശാല്യ, മാദ്ര രാജ്യത്തെ രാജാവായിട്ടുള്ള ശാല്യ പറയുന്നത്. അപ്പോൾ ആ ഒരു യുദ്ധ സമയത്ത് പോലും, അത്രയും ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പോലും എന്താണ്? ഇവർ ക്ലാസ് ഡിഫറൻസ് വിട്ട് കളിക്കാൻ തയ്യാറാവുന്നില്ല. ദെൻ Karna seems to be fighting for himself, but at the deeper level he is fighting for the entire class. ഇവിടെ നമുക്ക് ഈ ഒരു യുദ്ധത്തിലൊക്കെ കർണൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ എന്താണ് ആ റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഡീപ്പർ ലെവൽ, നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഒരു സൂത വംശത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ് കർണൻ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ കർണൻ അവർക്ക് മുഴുവൻ വേണ്ടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ ഇത്രയുമാണ് ഇതിലെ എന്താണ് ക്ലാസ് ഡിഫറൻസ്. അതായത് കർണൻ്റെ ആ ഒരു ഇതിൽ മാത്രം. ഇത് നമുക്ക് മഹാഭാരതത്തിൽ ഒരുപാട് അത്തരത്തിലുള്ള ഇൻസ്റ്റൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏകലവ്യ ദ്രോണാചാര്യ കേസിലൊക്കെ ഏകലവ്യ എന്താണ് അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ദ്രോണാചാര്യ അർജുനനേക്കാൾ വലിയ ഒരു എന്താണ് ആള് വേണ്ട എന്ന് കരുതിയിട്ട് ദ്രോണാചാര്യർ എന്താ ചെയ്യുന്നത്, ഏകലവ്യൻ്റെ തമ്പ്, അതായത് പെരുവിരല് ഗുരുദക്ഷിണയായി ചോദിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും എന്താണ് ആ ഒരു കാസ്റ്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാസ്റ്റ് ഡിഫറൻസ്, അതായത് ശൂദ്രയും അതുപോലെ തന്നെ ക്ഷത്രിയയും തമ്മിലുള്ള കാസ്റ്റ് ഡിഫറൻസ്, അതിൽ സിറ്റുവേഷൻസ് ആണ്. അതായത് ഓരോ സിറ്റുവേഷൻസിലൂടെയാണ് നമ്മൾ ആ ഒരു കാസ്റ്റ് ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ സെക്കൻഡ് ബ്ലോക്ക് അവസാനിക്കുകയാണ്. മഹാഭാരതം എന്ന് പറയുന്ന സെക്കൻഡ് ബ്ലോക്ക് അവസാനിക്കുകയാണ്. താങ്ക് യു.